ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ സർവേയിങ് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സർവേയിങ്ങിന്റെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവേയിങ്, ചെയിൻ സർവേയിങ്, കോമ്പസ് സർവേയിങ്, തിയോഡലൈറ്റ്, പിന്നെ പ്ലെയിൻ ടേബിൾ സർവേയിങ്, അതുപോലെ ടാക്യോമെട്രി, പിന്നെ കർവിന്റെ കുറച്ച് പോർഷൻസ്, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ സർവേയിങ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കോണ്ടൂറിംഗ് ഉണ്ട്. അത്രയാണ് നമുക്ക് സർവേയിങ്ങിൽ കവർ ചെയ്യാനുള്ള പോർഷൻസ്. നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷൻ പാർട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ്സ് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ above or below the surface using direct and indirect measurements. അപ്പൊ സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ സർഫസിൽ പോയിന്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ് ആണ്. അതിനാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് വഴിയും ഇൻഡയറക്റ്റ് മെഷർമെന്റ് വഴിയും ഒക്കെ നമുക്ക് ഈ സർവേയിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യാം. അതിൽ തന്നെ ഈ സർവേയിങ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇതിനെയാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. ആക്ച്വലി സർവേയിങ് കണ്ടക്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമ്മൾ സർവേയിങ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് സർവേയിങ്ങിനെ നമ്മൾ ലെവലിംഗ് എന്നാണ് പറയുന്നത്. സർവേയിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. എർത്തിന്റെ സർഫസിൽ ഉള്ള പോയിന്റ്സിന്റെ പൊസിഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് സർവേയിങ്. അതിൽ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ചെയ്യുന്നതാണ് ആക്ച്വലി സർവേയിങ്ങും. വെർട്ടിക്കൽ പ്ലെയിനിലാണ് നടത്തുന്നതെങ്കിൽ അതിനെ ലെവലിംഗ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ളതാണ് സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റ്.
സർവേയിങ്ങിന് മെയിൻ ആയിട്ട് ഒരേ ഒരു ഒബ്ജക്റ്റ് ഉള്ളൂ. ഒബ്ജക്ട്സ് എന്ന് പറയാൻ പറ്റില്ല. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനോ മാപ്പോ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ്. പ്ലാൻ ഓർ മാപ്പ് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മൾ സർവേയിങ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അപ്പൊ ഒബ്ജക്റ്റ് എന്നാന്ന് ഓർത്തിരിക്കുക, പ്ലാനും മാപ്പും പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതിൽ തന്നെ ഉണ്ട്, ചിലപ്പോൾ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാനും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ലാർജർ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി ലാർജർ സ്കെയില് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടതാണ് പ്ലാൻ. കമ്പാരിറ്റീവ്ലി ലാർജ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു മാപ്പ്. മാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളർ, സ്കെയില് സ്മോൾ ആയിരിക്കും. നമ്മളൊരു വേൾഡ് മാപ്പ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു വേൾഡ് മാപ്പില് ഒരു വേൾഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും കുറെ ഫീച്ചേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുക. അപ്പൊ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതേസമയം ഒരു ബിൽഡിംഗ് പ്ലാൻ എടുക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ആ ബിൽഡിങ്ങിന്റെ പ്ലാന് മാത്രമേ ഉള്ളൂ, അതിന്റെ സ്കെയില് ലാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കണം, പ്ലാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലാർജ് സ്കെയിലാണ്, മാപ്പ് എന്ന് പറയുന്നത് സ്മോളും ആണ്. രണ്ടും സ്മോൾ സ്കെയിൽ ആണ്. അതിൽ തന്നെ കമ്പാരിറ്റീവ്ലി ലാർജ് ആയിട്ടുള്ളത് പ്ലാൻ ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സർവേയിങ്ങിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ് ആണ്. ഇനി സർവേയിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേയിങ്. സർവേയിങ്ങിനെ പ്ലെയിൻ സർവേയിങ് എന്നും ജിയോഡറ്റിക് സർവേ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ജിയോഡറ്റിക് സർവേയിങ്, ഈ ജിയോഡറ്റിക് സർവേക്ക് എന്ന് പറയുന്നതാണ് ട്രിഗ്നോമെട്രിക് സർവേയിങ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് സർവേയിങ്ങിനെ ഡിവൈഡ് ചെയ്യാം. രണ്ടിന്റെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലെയിൻ സർവേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ വെച്ച് നമ്മൾ ആദ്യമേ എർത്തിന്റെ സർഫസ് വെച്ച് പറയുവാണെങ്കിൽ പ്ലെയിൻ സർവേയിങ്ങില് നമ്മൾ എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്ലെയിൻ സർഫസ് ആണ് എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതേസമയം ട്രിഗ്നോമെട്രിക്കിന്റെ കേസിൽ, ജിയോഡറ്റിക് സർവേയുടെ കേസിൽ നമ്മൾ എർത്തിന്റെ കർവേച്ചറും കൂടി നമ്മൾ സർവേ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കൺസിഡർ കർവേച്ചർ ഓഫ് എർത്ത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് സർവേ ചെയ്യുന്നത്. ജിയോഡറ്റിക് സർവേയുടെ കേസിൽ എർത്തിന്റെ സർഫസ് ആ എർത്തിന്റെ കർവേച്ചറും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. ഇനി ഈ പ്ലെയിൻ സർവേയിങ്ങിന്റെ കേസിൽ 100 മൈൽ സ്ക്വയർ, യൂണിറ്റ് ഓർത്തിരിക്കണം, 100 മൈൽ സ്ക്വയർ ഓർ 258 കിലോമീറ്റർ സ്ക്വയർ, ഈ ഒരു ഏരിയയുടെ ബിലോ ഉള്ള സർവേയിങ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പ്ലെയിൻ സർവേയിങ് എന്ന് പറയുമ്പോൾ ഇഫ് ദ ഏരിയ ഓഫ് ലാൻഡ്, ഏരിയ ഓഫ് പ്ലോട്ട് ഈസ് below 258 kilometer square or 100 mile square, it is considered as plain survey. ഇവിടെയാണെങ്കിൽ greater than 258 kilometer square ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. ആ ഒരു ഫിഗർ ഓർത്തിരിക്കണം. ഇത് ചില കേസിൽ മാത്രം അപ്രോക്സിമേറ്റ്ലി നമ്മൾ 260 ആയിട്ടൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ ആ ഒരു റേഞ്ച് ഓർത്തിരിക്കണം കേട്ടോ. 100 മൈൽ സ്ക്വയർ അല്ലെങ്കിൽ 258 കിലോമീറ്റർ സ്ക്വയറിൽ കുറവുള്ളതാണ് നമ്മൾ പ്ലെയിൻ സർവേ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ അപ് ടു ഇത്രയും വരെ ഉള്ളത്. അത് കൂടുതലുള്ളതാണ് ജിയോഡറ്റിക് സർവേയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പ്ലെയിൻ സർവേയും കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ലൈൻസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. അതുപോലെ ഫോം ചെയ്യുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും. ലൈൻസ് സ്ട്രെയിറ്റ് ആയിരിക്കും, ട്രയാങ്കിൾ എന്ന് പറയുന്നത് പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും. എന്നാൽ ഈ ഒരു കേസിലോ ഇവിടെ നമ്മൾ എർത്തിന്റെ കർവേച്ചർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സ്പെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇത് നമ്മുടെ സാധാരണ ബിൽഡിംഗ് സർവേ, ഓർഡിനറി ആയിട്ടുള്ള വർക്കിനൊക്കെയാണ് നമ്മൾ പ്ലെയിൻ സർവേ യൂസ് ചെയ്യുന്നത്. ജിയോഡറ്റിക് സർവേ എന്ന് പറയുമ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആണ്. അപ്പൊ നമ്മുടെ കൺട്രിയുടെ ഒക്കെ ബൗണ്ടറീസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. രണ്ടിന്റെ ഡിഫറൻസ് ഓർത്തിരിക്കുക. ഇത് എർത്തിന്റെ സർഫസ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. ജിയോഡറ്റിക് സർവേയിൽ എർത്തിന്റെ കർവേച്ചറിനെ കൺസിഡർ ചെയ്തിട്ടാണ് സർവേയും കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഏരിയ ആണെങ്കിൽ 100 മൈൽ സ്ക്വയർ അല്ലെങ്കിൽ 258 കിലോമീറ്റർ സ്ക്വയറിൽ
താഴെയുള്ള ഏരിയ ആണ് പ്ലെയിൻ സർവേയിൽ വരുന്നത്. ഏരിയ 258 കിലോമീറ്റർ സ്ക്വയർ കൂടുതലാണെങ്കിൽ ജിയോഡറ്റി സർവേ ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നതെല്ലാം. പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും പ്ലെയിൻ സർവേയുടെ കേസിൽ ഫോം ചെയ്യുന്നത്. ജിയോഡറ്റി സർവേയുടെ കേസിൽ സ്പെറിക്കൽ ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ ഈ ജിയോഡറ്റി സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോഡറ്റി സർവേ സാധാരണ കണ്ടക്ട് ചെയ്യാറ്. സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോഡറ്റി സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഈ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡെറാഡൂണിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്ത് ജസ്റ്റ് ഓർത്തിരിക്കുക 1767 ഈ ഇയർ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത് സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി നമ്മൾ നമ്മൾ പ്ലെയിൻ സർവേയും പറഞ്ഞു, ജിയോഡറ്റിക് സർവേയും പറഞ്ഞു. അതിന്റെ കേസിൽ രണ്ട് ഡിഫറൻസ് പറയാറുണ്ട്. അപ്പൊ ഈ പ്ലെയിൻ സർവേയില് ഒരു 18.2 കിലോമീറ്റർ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്ലെയിൻ സർവേയിലും ജിയോഡറ്റിക് സർവേയിലും 18.2 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 10 സെന്റിമീറ്ററിന്റെ എറർ വരും എന്നാണ് പറയുന്നത്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ്. പ്ലെയിൻ സർവേയിലും ജിയോഡറ്റിക് സർവേയിലും നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ 18.2 ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറഞ്ഞേക്കണം. 18.2 കിലോമീറ്റർ നമ്മൾ മെഷർ ചെയ്താൽ അവിടെ ഒരു 10 സെന്റിമീറ്ററിന്റെ ഒരു ഡിഫറൻസ് വരും അവര് തമ്മിൽ. അതുപോലെ തന്നെ അവിടെ ഫോം ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾ ഉണ്ടല്ലോ, പ്ലെയിൻ ട്രയാങ്കിളും അതുപോലെ തന്നെ സ്പെറിക്കൽ ട്രയാങ്കിളും. അതിന്റെ സം എടുക്കുവാണെങ്കിലും 195.5 കിലോമീറ്റർ സ്ക്വയർ അതിൽ ഏരിയയില് അത്രയും ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 സെക്കൻഡിന്റെ ഡിഫറൻസ് ഉണ്ട്. രണ്ട് ട്രയാങ്കിളിന്റെയും സമ്മേഷനിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 195.5 കിലോമീറ്റർ സ്ക്വയർ ഏരിയ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 സെക്കൻഡിന്റെ ഡിഫറൻസ് ഉണ്ട്. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്ലെയിൻ സർവേയിലും മെഷർ ചെയ്തു, ജിയോഡറ്റിക് സർവേയിലും മെഷർ ചെയ്തു. അപ്പൊ 18.2 കിലോമീറ്റർ എടുക്കുവാണെങ്കിൽ അതൊരു 10 സെന്റിമീറ്ററിന്റെ ഡിഫറൻസ് വരും. ഏരിയ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 195.5 കിലോമീറ്റർ സ്ക്വയറിൽ 1 സെക്കൻഡിന്റെ ഡിഫറൻസ് വരും. അത് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് സർവേയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് നമ്മൾ 3 ടൈപ്പില് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. ഈ ക്ലാസിഫിക്കേഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സർവേയിൽ എടുക്കുന്ന എല്ലാ പോർഷൻസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊരു കോർ സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇല്ലാത്തത് ഇല്ല. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. ഇതിൽ നമുക്ക് നേച്ചർ ഓഫ് ഫീൽഡ് കേൾക്കുമ്പോൾ നമുക്ക് 3 രീതിയിലാണ് നമ്മൾ ആ ഫീൽഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം. ഒന്ന് വരുന്നത് ലാൻഡ് സർവേ, പിന്നെ നമ്മുടെ വാട്ടർ ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തത് ഹൈഡ്രോഗ്രാഫിക് അല്ലെങ്കിൽ മറൈൻ സർവേ അല്ലെങ്കിൽ നാവിഗേഷണൽ സർവേ എന്നൊക്കെ പറയും. ഹൈഡ്രോഗ്രാഫിക് ഓർ മറൈൻ ഓർ നാവിഗേഷണൽ സെക്കൻഡ് ടൈപ്പ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസ്ട്രോണമിക്കൽ സർവേ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. അതിൽ 3 ലാൻഡ് സർവേ, ഹൈഡ്രോഗ്രാഫിക്, ആസ്ട്രോണമിക്കൽ. അതിന് ഈ ലാൻഡ് സർവേയില് വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം പേരുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ലാൻഡ് സർവേ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ സർവേ.
ടോപ്പോഗ്രഫിക്കൽ സർവേയില് നാച്ചുറൽ ഫീച്ചേഴ്സ്, നമ്മുടെ ലാൻഡിന്റെ നാച്ചുറൽ ഫീച്ചേഴ്സ്, റിവേഴ്സ്, പോൺസ്, ഹിൽസ്, അങ്ങനെ വരുന്ന എല്ലാ നാച്ചുറൽ ഫീച്ചേഴ്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ വരുന്നത്. നാച്ചുറൽ ഫീച്ചേഴ്സ് ജസ്റ്റ് കീവേഡ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. ടോപ്പോഗ്രഫി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫീച്ചേഴ്സ് ആണ് അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഡാസ്ട്രൽ സർവേ ആണ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, കഡാസ്ട്രൽ ഓർ റവന്യൂ സർവേ. ഈ ഒരു കേസിൽ നമ്മൾ ബൗണ്ടറി ഫിക്സേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് കഡാസ്ട്രൽ അല്ലെങ്കിൽ റവന്യൂ സർവേ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആട്ടോ, കഡാസ്ട്രൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കഡാസ്ട്രൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടറി, ഇപ്പൊ ഹൗസിന്റെ ആണെങ്കിൽ ഏതൊരു പ്ലോട്ടിന്റെ ഒക്കെ ആണെങ്കിലും ബൗണ്ടറി ഫിക്സേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കഡാസ്ട്രൽ സർവേ. അപ്പൊ ബൗണ്ടറി എന്നുള്ള ഒരു കീവേഡ് ഓർത്തിരുന്നത്. അടുത്തത് സിറ്റി സർവേ. സിറ്റി സർവേ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ സിറ്റിയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ. അപ്പൊ നമ്മുടെ വാട്ടർ സപ്ലൈ സ്കീം ലേ ചെയ്യാനും, റോഡ് ലേ ചെയ്യാനും, ഡ്രെയിനേജ് ലേ ചെയ്യാനും ഒക്കെ നമ്മൾ സിറ്റിയിൽ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് സിറ്റി സർവേ. കണ്ടക്ടഡ് ഇൻ സിറ്റീസ്. അടുത്താണ് എഞ്ചിനീയറിംഗ് സർവേ. എഞ്ചിനീയറിംഗ് സർവേയിൽ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന് വേണ്ടി നമ്മൾ പ്രോജക്ട്സും കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സർവേ ചെയ്യും. ഇപ്പൊ ഒരു റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പോ, ഡാംസ് ആണെങ്കിലും അല്ലെങ്കിൽ റോഡോ റെയിൽവേസ് ഒക്കെ ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എഞ്ചിനീയറിംഗ് സർവേസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പൊ അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. അപ്പൊ ലാൻഡ് സർവേയിൽ വരുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ, കഡാസ്ട്രൽ. കഡാസ്ട്രലിൽ ഓർത്തിരിക്കുക ബൗണ്ടറി ഫിക്സേഷൻ ആണ്. സിറ്റി സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ ലേ ചെയ്യാൻ വേണ്ടി, റോഡ്സ് ഒക്കെ ലേ ചെയ്യുന്നത് സിറ്റിയിൽ നമ്മൾ ലേ ചെയ്യുന്നതിനും സിറ്റി സർവേയിൽ ഇൻക്ലൂഡ് ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന് മുമ്പായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ, അതാണ് എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ നേച്ചർ ഓഫ് ഫീൽഡ്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഫീൽഡില് ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ നേച്ചർ ഓഫ് ഫീൽഡില് ലാൻഡ് സർവേയിൽ വരുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഏതാണെന്ന് പറഞ്ഞു? ഹൈഡ്രോഗ്രഫിക്കൽ സർവേ എന്ന് പറഞ്ഞു. ഹൈഡ്രോഗ്രഫിക്കൽ സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ബോഡീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ സർവേ ആണ് ഹൈഡ്രോഗ്രഫിക്കൽ അല്ലെങ്കിൽ മറൈൻ സർവേ അല്ലെങ്കിൽ നാവിഗേഷണൽ സർവേയിൽ വരുന്നത്. റിലേറ്റഡ് ടു വാട്ടർ ബോഡീസ്, വാട്ടർ ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് സർവേ കണ്ടക്ട് ചെയ്താലും അത് മറൈൻ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരു ഹാർബറോ ഡോക്ക് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബ്രിഡ്ജും ഒക്കെ ആയിട്ട് ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ, അങ്ങനെയൊക്കെ വരുന്ന സർവേ ആണ് നമ്മൾ മറൈൻ സർവേയിൽ ഇൻക്ലൂഡഡ്. അപ്പൊ വാട്ടർ ബോഡീസ് ഓർത്തിരിക്കുക, മറൈൻ അല്ലെങ്കിൽ ഹൈഡ്രോഗ്രഫിക്കൽ അല്ലെങ്കിൽ നാവിഗേഷണൽ സർവേ. ആ മൂന്ന് പേര് ഓർത്തിരിക്കണേ. മൂന്നാമത്തത് നമ്മുടെ അസ്ട്രോണമിക്കൽ സർവേ. അസ്ട്രോണമിക്കൽ സർവേയില് ഡീൽ ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അസിമുത്ത് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മുടെ അസ്ട്രോണമിക്കൽ സർവേയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നേച്ചർ ഓഫ് ഫീൽഡ് അനുസരിച്ചുള്ള 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ലാൻഡ് സർവേ, അതിൽ വരുന്നതാണ് ടോപ്പോഗ്രഫിക്കൽ, കഡാസ്ട്രൽ, സിറ്റി സർവേ, അതുപോലെ എഞ്ചിനീയറിംഗ് സർവേ ഒക്കെ വരുന്നു. രണ്ടാമത്തെ നമ്മൾ മറൈൻ സർവേ, വാട്ടർ ബോഡീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് മറൈൻ സർവേ. മൂന്നാമത്തെയാണ് അസ്ട്രോണമിക്കൽ സർവേ, അത് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അസിമുത്ത് അതുപോലെയൊക്കെ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ് അസ്ട്രോണമിക്കൽ സർവേയിൽ. നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ബേസ്ഡ് ഓൺ ദ ഒബ്ജക്റ്റ്, സർവേയുടെ ഒബ്ജക്റ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓഫ് സർവേ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ. ആർക്കിയോളജിക്കൽ സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സർവേസ്. അപ്പൊ അതിന്റെ അകത്ത് സാധാരണ ചോദിക്കാനുള്ള ടൈമാണ് റെലിക്സ് ഓഫ് ആന്റിക്വിറ്റി. പുരാതന വസ്തുക്കളെ നമ്മൾ എക്സ്കവേറ്റ് ഒക്കെ ചെയ്തെടുക്കില്ലേ, അപ്പൊ അതൊക്കെ ആയിട്ട് റിലേറ്റ്. ഇപ്പൊ ഒരു ലാൻഡിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന് കണ്ടക്ട് ചെയ്യുന്ന സർവേസില്ലേ,
അതാണ് ആർക്കിയോളജിക്കൽ സർവേ എന്ന് പറയുന്നത്. ക്വസ്റ്റിനിൽ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത് റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി, അത് റിലീവ് ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേ ആർക്കിയോളജിക്കൽ സർവേ ആണ്. അപ്പൊ പേര് ജസ്റ്റ് ഓർത്തിരുന്നു മതി, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താന്ന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഇനി അടുത്താണ് ജിയോളജിക്കൽ സർവേ. ജിയോളജിക്കൽ സർവേയില് ഒരു ലാൻഡിന്റെ സ്ട്രാറ്റ എക്സാമിനേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സ്ട്രാറ്റ എക്സാമിനേഷൻ, ജിയോളജിക്കൽ സർവേ. തേർഡ് വൺ ആണ് മൈൻ സർവേ. ആ ഒരു പ്ലോട്ടിന്റെ മിനറൽ വെൽത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് മൈൻ സർവേ. മിനറൽ വെൽത്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്നതാണ് മൈൻ സർവേ. ഫോർത്ത് വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി സർവേ. മിലിറ്ററി സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിലിറ്ററി പർപ്പസിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ്. ജസ്റ്റ് നെയിം മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് അനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉണ്ട്, ജിയോളജിക്കൽ സർവേ, മൈൻ സർവേ, അതുപോലെ തന്നെ മിലിറ്ററി സർവേ ഉണ്ട്. ഇനി നമ്മുടെ അവിടെ എംപ്ലോയ് ചെയ്യുന്ന ആ മെത്തേഡ് അനുസരിച്ച് ആണ് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ബേസ്ഡ് ഓൺ മെത്തേഡ് എംപ്ലോയ്. നമ്മുടെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ മെത്തേഡ് അനുസരിച്ച്, അത് മെയിൻ ആയിട്ട് ട്രയാങ്കുലേഷനും ട്രാവേഴ്സിങ്ങും ആണ് നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ട്രയാങ്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്ലോട്ടിനെ ഡിഫറെന്റ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ട്രയാങ്കിൾസിന്റെ ഏരിയ, ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിച്ച് അവസാനം ആ ഏരിയാസ് സം ചെയ്ത് നമ്മൾ ആ പ്ലോട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ ട്രയാങ്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീനിയർ മെഷർമെന്റ്സ് മാത്രമാണ് അവിടെ ടേക്ക് ചെയ്യണത്, only linear measurements. ഇനി രണ്ടാമത്തെ കേസാണ് ട്രാവേഴ്സിങ്. ട്രാവേഴ്സിംഗിൽ നമ്മൾ ലീനിയറും ആംഗുലാർ മെഷർമെന്റ്സും എടുക്കും. ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലാർ മെഷർമെന്റ്സ് ആർ ടേക്കൺ ഇൻ കേസ് ഓഫ് ട്രാവേഴ്സിംഗ്. അപ്പൊ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ട്രയാങ്കുലേഷൻ ആണോ ട്രാവേഴ്സിംഗ് ആണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തും. ലീനിയർ മെഷർമെന്റ്സ് മാത്രമാണ് എടുക്കുന്നുണ്ടെങ്കിൽ ട്രയാങ്കുലേഷനിൽ വരും, ലീനിയറും ആംഗുലാറും എടുക്കുന്ന കേസാണ് ട്രാവേഴ്സിംഗിൽ വരുന്നത്. അത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സർവേയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു, ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. അപ്പൊ നമുക്കറിയാം ഫീൽഡ് എന്ന് പറയുമ്പോൾ 3 തരത്തിലായിരിക്കും, ലാൻഡ് സർവേ, മറൈൻ സർവേ, ആസ്ട്രോണമിക്കൽ സർവേ. ഇനി ലാൻഡ് സർവേയിൽ വരുന്നതാണ് പറഞ്ഞു ടോപ്പോഗ്രഫിക്കൽ, കഡാസ്ട്രൽ, സിറ്റി, എഞ്ചിനീയറിംഗ് സർവേ. ഈ മറൈൻ സർവേ എന്ന് വെച്ചാൽ വാട്ടർ ബോഡീസായിട്ട് റിലേറ്റ് ചെയ്തത്, ആസ്ട്രോണമിക്കൽ എന്ന് വെച്ചാൽ ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അങ്ങനെ സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ്ഡ് ഓൺ ഒബ്ജക്ട് ഓഫ് സർവേ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ആർക്കിയോളജിക്കല്, പിന്നെ മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ, മിലിറ്ററി സർവേ പറഞ്ഞു. പിന്നെ ഏത് മെത്തേഡ് എംപ്ലോയ് ചെയ്തു എന്നനുസരിച്ച് ട്രയാങ്കുലേഷനും ഉണ്ട്, ട്രാവേഴ്സിംഗും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അടുത്തത് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ ഒബ്ജക്റ്റ് പറഞ്ഞായിരുന്നു മാപ്പും പ്ലാനും പ്രിപ്പയർ ചെയ്യാൻ. ഈ പ്രിൻസിപ്പിൾ മാറിപ്പോയത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ്. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. വേറെ പ്രിൻസിപ്പിൾ ഉണ്ട് സർവേയിങ്ങിന്, നമുക്ക് ഇത് മാത്രം അറിഞ്ഞിരുന്നു മതി. ഇതാണ് എപ്പോഴും ചോദിക്കാറ്, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. നമ്മളൊരു ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട് ആ ബൗണ്ടറിയിൽ നിന്ന് നമ്മൾ പിന്നെ നമ്മൾ അകത്തേക്ക് സർവേ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, ഒരു ഫ്രെയിം വർക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട്. അപ്പോൾ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് സർവേയിങ്ങിന് വേറെയും പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എടുത്തേക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ, നമ്മുടെ സർവേയിങ്ങിൽ എററിന്റെ അക്യുമുലേഷൻ കുറവായിരിക്കും. അപ്പൊ എറർ അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞ അത് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിട്ട് എടുത്തേക്കുന്നത്. അത് പറഞ്ഞിരിക്കാം കേട്ടോ, ടു റെഡ്യൂസ് എറർ അക്യുമുലേഷൻ.
നമുക്ക് വർക്കിംഗ് ഫ്രം പോൾ ടു പാർട്ട് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സർവേയുടെ പ്രിൻസിപ്പിൾ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് എന്തുകൊണ്ട് മെയിൻ പ്രിൻസിപ്പിൾ ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ നമുക്ക് മാക്സിമം എറർ അവിടെ കുറയ്ക്കാൻ പറ്റും. ഇനിയുണ്ട്, വേറെ പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. ഇനി യൂണിറ്റ്, സർവേയിങ്ങില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ്സ് ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മളൊരു 5 8 പ്രാവശ്യം പഠിച്ചാലും വീണ്ടും വീണ്ടും മറന്നു പോകുന്ന ഒരു ടോപ്പിക്കാണ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അത് എപ്പോഴും ഒരു മാർക്കിന്റെ എങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വരാറില്ല. അത് യൂണിറ്റ്സ് പഠിച്ചിരിക്കുക കേട്ടോ. 2.54 സെന്റിമീറ്റർ ഈക്വൽ ടു 1 ഇഞ്ച്. എഴുതിയിട്ട് കാര്യമുണ്ടോ? കുറെ ഉണ്ട്, കുറെ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ മെഷർമെന്റ്സ് പഠിച്ചിരിക്കുക. 2.54 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 ഇഞ്ച്. എന്റെ 12 ഇഞ്ച് കൂടുമ്പോഴാണ് 1 ഫീറ്റ് ആവുന്നത്. 3 ഫീറ്റ് ആണ് 1 യാർഡ്. 5.5 യാർഡാണ് ഒരു പോൾ അല്ലെങ്കിൽ ഒരു റോഡ്. ഞാനത് തരാം, കുറെ ഉണ്ട്, അത് ഞാൻ വായിക്കാം. 4 പോളാണ് 66 ഫീറ്റ് അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ഓർ സർവേസ് ചെയിൻ. 10 ഗണ്ടേഴ്സ് ചെയിൻ ആണ് 660 ഫീറ്റ്. 1 ഫർലോങ് ഈക്വൽ ടു 220 യാർഡ്. പിന്നെ 8 ഫർലോങ് 1 മൈല്. 6 ഫീറ്റ് ഒരു ഫാത്തം. 120 ഫാത്തം എന്ന് പറയുന്നത് ഒരു കേബിൾ ലെങ്ത്. 6080 ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു നോട്ടിക്കൽ മൈല് ഈക്വൽ ടു 1.852 കിലോമീറ്റർ. പിന്നെ ഏരിയക്ക് ഉണ്ട് കുറെ റിലേഷൻ, ഇങ്ങനത്തെ കുറെ റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാനത് നോട്ട് തരുമ്പോൾ തരാട്ടോ, നിങ്ങൾ നോക്കി പഠിക്കാം. ഏരിയയിലാണെങ്കിലും ഈ നമുക്ക് ഈ നമ്മുടെ ലെങ്ത്തിന്റെ യൂണിറ്റിൽ നിന്ന് നമുക്ക് ഏരിയയുടെ യൂണിറ്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ലെങ്ത്തിനെ നമ്മളൊരു ഇപ്പൊ 12 ഇഞ്ച് ഉണ്ട്. 12 ഇഞ്ച് ഈക്വൽ ടു 1 ഫീറ്റ്. അത് ഏരിയ വരുമ്പോൾ ഇതിന്റെ സ്ക്വയർ, ഓരോന്നിന്റെ സ്ക്വയർ 144 ഇഞ്ച് സ്ക്വയർ എന്ന് പറയുന്നതാണ്. സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ലെങ്ത്തിന്റെ കേസ് പറയാം. ഇനിയും കുറെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ 12 ഇഞ്ച് ഇതിന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നതാണ് ഒരു സ്ക്വയർ ഫീറ്റ്. അടുത്തത് 3 ഫീറ്റ്. 3ന്റെ സ്ക്വയർ എത്രയാ? 9 സ്ക്വയർ ഫീറ്റ് ആണ്. 9 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു യാർഡ് സ്ക്വയർ. പിന്നെ 5.5 യാർഡ്. 5.5യുടെ സ്ക്വയർ ആണ് 30.25. 30.25 യാർഡ് സ്ക്വയർ ആണ് ഒരു പോൾ സ്ക്വയർ അല്ലെങ്കിൽ ഒരു റോഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് മെഷർമെന്റ്സ് അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. എല്ലാം കൂടെയും കാണാതെ പഠിക്കുന്നത് പോസിബിൾ അല്ല. അപ്പൊ കുറെ ഡിസ്റ്റൻസിന്റെ മെഷർമെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏരിയയുടെ കുറെ നമുക്ക് അതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അങ്ങനെ പഠിക്കാം. അപ്പൊ നോട്ട് തരുമ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ മെട്രിക് സിസ്റ്റത്തിലെയും ബ്രിട്ടീഷ് സിസ്റ്റത്തിലെയും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതും പഠിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിങ്ങനെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. ഇത് എപ്പോഴും കാണാൻ പാകത്തിന് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കുറെയൊക്കെ ബേസിക് ആയിട്ടുള്ള പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് റിലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ സർവേയിങ്ങില് ലീനിയർ മെഷർമെന്റ്സ്. ലീനിയർ മെഷർമെന്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എടുക്കാം. ലീനിയർ മെഷർമെന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടും എടുക്കാം, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതിൽ ഫസ്റ്റ് വൺ ആണ് പേസിംഗ് എന്ന് പറയും. പേസിംഗ് നമുക്കൊരു ലൈനിന്റെ ആ ഡിസ്റ്റൻസ് എടുക്കണമെങ്കിൽ നമ്മൾ പേസിംഗ്, അതൊന്നും നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല, ഓൾഡൻ ടൈംസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് പേസിംഗ് എന്ന് പറയുന്നത്. നമുക്ക് മെഷർ ചെയ്യേണ്ട ആ ലൈനിക്കിടെ ഒരു പേഴ്സൺ നടക്കും. അത് കഴിഞ്ഞിട്ട് പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീറ്റിന്റെ ആ ഒരു ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് ഒട്ടും ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ലെസ് ആക്യുറേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ പേഴ്സൺ അനുസരിച്ച് അവരുടെ ആ പേസ് ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ആവറേജ് പേസ് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. ആവറേജ് ആയിട്ടുള്ള പേസ് ലെങ്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. ലീനിയർ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ആ ലൈനിക്കൂടെ നമ്മൾ നടക്കും, ഒരു പേഴ്സൺ നടക്കും. ആ പേഴ്സന്റെ പേസസ് കാൽക്കുലേറ്റ് ചെയ്യും. എത്ര ആ ഒരു ലൈൻ കവർ ചെയ്യാൻ വേണ്ടി എത്ര പേസസ് എടുത്തു, അതാണ് നമ്മൾ കൗണ്ട് ചെയ്യും. അപ്പൊ ആവറേജ് ആയിട്ടുള്ള പേസ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 80 സെന്റിമീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്. ഇത് ചോദിക്കാറുള്ളതാണ്. ആവറേജ് പേസ് ലെങ്ത് എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ ആണ്. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതാണ് പേസിംഗിൽ നടക്കുന്നത്. ഇനി പാസോമീറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പാസോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ പേസസ് കൗണ്ട് ചെയ്യും. ആ സ്റ്റെപ്സ് കൗണ്ട് ചെയ്തിട്ട് അത് ഇൻറ്റു ആ പേസ് ലെങ്ത്, നമ്മൾ പറഞ്ഞില്ല ആവറേജ് പേസ് ലെങ്ത് 80 സെന്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ നമ്പർ ഓഫ് പേസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓർ പേസസ് മൾട്ടിപ്ലൈഡ് ബൈ ഈ പേസ് ലെങ്ത്, ഈ ആവറേജ് പേസ് ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഡിസ്റ്റൻസ് കിട്ടില്ലേ, ഈക്വൽ ടു ഡിസ്റ്റൻസ് കിട്ടും. പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ആ ലീനിയർ മെഷർമെന്റ് എടുക്കേണ്ട ആ ഒരു ലൈനിക്കടെ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിക്കടെ നമ്മൾ ജസ്റ്റ് നടക്കുന്നു, ഒരു പേഴ്സൺ നടക്കുന്നു. അപ്പൊ നമ്മൾ എത്ര പേസസ് വേണം ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ, അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ലീനിയർ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ പേസിംഗില് നമ്മൾ ആവറേജ് പേസ് ലെങ്ത് എടുക്കുന്നുണ്ട്, 80 സെന്റിമീറ്റർ ആണ്. അത് ചോദിക്കാറുണ്ട്. പിന്നെ പാസോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ഓഫ് സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മൾ കൗണ്ട് ചെയ്തെടുത്ത ആ നമ്പർ ഓഫ് പേസസ് ഇൻറ്റു ഈ ആവറേജ് പേസ് ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് പാസോമീറ്റർ, അങ്ങനെയാണ് പാസോമീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്. ലീനിയർ മെഷർമെന്റ് തന്നെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ലീനിയർ മെഷർമെന്റ്സ് എടുക്കാം. ഇൻസ്ട്രുമെന്റൽ മെത്തേഡിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, പെഡോമീറ്റർ. പെഡോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ, ആ നടക്കുന്ന പേഴ്സൺ ആ ഇൻസ്ട്രുമെന്റ് ക്യാരി ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ നമുക്കുള്ള അതിൻ്റെ അകത്തുള്ള ആ ഒരു ഡിസ്റ്റൻസ് അതിന്റെ നമുക്ക് ഡയറക്ട്ലി കിട്ടുവാണ് പെഡോമീറ്ററിൽ. ആ പെഡോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് ക്യാരി ചെയ്തുകൊണ്ട് ആ പേഴ്സൺ നടക്കും. അപ്പൊ നമുക്ക് അവിടുന്ന് ഡയറക്ട്ലി ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തെയാണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ഓഡോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് ഒരു വീലുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുവാണ്. അപ്പൊ ആ നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും ഓഡോമീറ്റർ. ഇനി അടുത്തതാണ് പെരാംബുലേറ്റർ. പെരാംബുലേറ്റർ എന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ഇവിടെയും വീലില് ഈ ഒരു ഇൻസ്ട്രുമെന്റ് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് നമ്പർ ഓഫ് റെവല്യൂഷൻസ് എടുക്കും, അതിന്റെ ആ ഒരു വീലിന്റെ പെരിമീറ്റർ എടുക്കും. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ ആ എത്ര നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഉണ്ടെന്ന് ആ വീലിന്റെ റെവല്യൂഷൻസ് കൗണ്ട് ചെയ്തെടുക്കുന്നതാണ് ഓഡോമീറ്ററില്. പെരാംബുലേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീലില് അറ്റാച്ച് ചെയ്തിട്ട് വീലില് ഈ പെരാംബുലേറ്റർ അറ്റാച്ച് ചെയ്തിട്ട് അതിന്റെ റെവല്യൂഷൻസ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് എടുക്കും. അതുപോലെ തന്നെ എത്രമാത്രം അതിന്റെ പെരിമീറ്റർ എടുക്കും. അങ്ങനെ നമുക്ക് ഡയറക്ട്ലി ഡിസ്റ്റൻസ് കിട്ടുന്നതാണ് പെരാംബുലേറ്ററിൽ. അടുത്തത് നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ നമ്മൾ ലീനിയർ മെഷർമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പീഡോമീറ്റർ. ഇത്രയാണ് നമ്മുടെ ലീനിയർ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ പെഡോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ. പെഡോമീറ്റർ എന്ന് വെച്ചാൽ ആ ഒരു ഇൻസ്ട്രുമെന്റും ക്യാരി ചെയ്തുകൊണ്ട് ആ ഒരു പേഴ്സൺ നടക്കും, എന്നിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഓഡോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീലില് അറ്റാച്ച് ചെയ്ത് ഇത് വെച്ചേക്കും, നമ്പർ ഓഫ് റെവല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും. പെരാംബുലേറ്ററിൽ നമ്പർ ഓഫ് റെവല്യൂഷൻസും പെരിമീറ്ററും കൂടെ ഡയറക്ട്ലി നമ്പർ ഓഫ് റെവല്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ പെരിമീറ്റർ നോക്കിയിട്ട് നമുക്ക് ഡയറക്ട്ലി ഡിസ്റ്റൻസ് കിട്ടും. സ്പീഡോമീറ്റർ നമ്മൾ സാധാരണ ഓട്ടോമൊബൈൽസിൽ ലീനിയർ മെഷർമെന്റ്സ് ടേക്കൻ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് സ്പീഡോമീറ്റർ. ഇനി ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് അല്ലാതെ ഇനിയുണ്ട് നമുക്ക് ജസ്റ്റ് ജഡ്ജിങ് ഡിസ്റ്റൻസ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള പഴയ ആൾക്കാരൊക്കെ അങ്ങനെ പറയില്ലേ, ജഡ്ജിങ് ഡിസ്റ്റൻസ്. ബൈ ജഡ്ജിങ് ഡിസ്റ്റൻസ് ഇതും ലീനിയർ മെഷർമെന്റ് എടുക്കാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ജസ്റ്റ് എന്താ ഒരു നമ്മള് കുറച്ച് ദൂരം നടന്നു, അരമണിക്കൂർ കൊണ്ടല്ല കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോ ഇപ്പൊ നമുക്ക് അറിയാം, എന്നും അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ, അങ്ങനെ നടക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം ഏകദേശം 1 കിലോമീറ്റർ ദൂരം ആയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഡിസ്റ്റൻസ് ജഡ്ജ് ചെയ്യുവാണ്.
അതാണ് നമ്മൾ ജഡ്ജിങ് ഡിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ ടൈം മെഷർമെന്റ്, നമ്മൾ ആ ട്രാവൽ ചെയ്ത ആ ഒരു സമയം കാൽക്കുലേറ്റ്. ഇപ്പൊ ഒരു മണിക്കൂറോ നമ്മൾ ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച്, അതും എക്സ്പീരിയൻസ് വെച്ച് തന്നെയാണ് പറയണത്. അപ്പൊ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും, എന്താ ഒരു 2 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും എന്ന് അയാൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അയാൾ 2 മണിക്കൂറിന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അറിയാലോ. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടൈം മെഷർമെന്റ്. ടൈം വെച്ചിട്ട് നമ്മൾ ലീനിയർ മെഷർമെന്റ് എടുക്കും. അതൊക്കെ നമ്മളിപ്പോ അതൊന്നും ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഊഹിച്ച് പറയുന്നതാ. അത് ഒരാളുടെ എക്സ്പീരിയൻസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന്റെ രണ്ടിന്റെ ആക്യുറൻസി, ജഡ്ജിങ് ഡിസ്റ്റൻസും ടൈം മെഷർമെന്റും. ഇനി മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ലീനിയർ മെഷർമെന്റിന്റെ മെത്തേഡാണ് ചെയിനിങ് ഓർ ചെയിനിങ് എന്ന് പറയുന്നത്. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ചെയിനിങ്. ഇതാണ് നമ്മൾ കോമൺലി അഡോപ്റ്റ് ചെയ്യാറുള്ളത്, ചെയിനിങ്. ഈ ചെയിനിങ് നമ്മൾ സാധാരണ ചെയിനും ടേപ്പും യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചെയിനിങ് ചെയ്യുന്നത് ചെയിൻ ഉപയോഗിച്ച് മാത്രം, യൂസിങ് ഓൺലി ടേപ്പ്, ബോത്ത് ചെയിൻ ആൻഡ് ടേപ്പ്. അങ്ങനെ ചെയിനും ടേപ്പും ഉപയോഗിച്ച് നമ്മൾ ചെയിനിങ് ചെയ്യാറുണ്ട്. ഇപ്പൊ കൂടുതലും നമ്മൾ ഫീൽഡിലൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ ചെയിൻ യൂസ് ചെയ്യാറില്ല, ടേപ്പ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ ചെയിനിങ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് ഫോർ ലീനിയർ മെഷർമെന്റ്സ്. അതിൽ നമ്മൾ ചെയിനും ടേപ്പും യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ചെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലീനിയർ മെഷർമെന്റ്സിന്റെ കാര്യമാണ്. ലീനിയർ മെഷർമെന്റ്സ് എടുക്കുന്നത് നമ്മൾ പേസിങ് പറഞ്ഞു, നമ്പർ ഓഫ് പേസസ് കൗണ്ട് ചെയ്തിട്ട് ആവറേജ് പേസ് ലെങ്ത് 80 സെന്റിമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പാസോമീറ്റർ, അത് നമ്പർ ഓഫ് പേസസും അതുപോലെ തന്നെ ആ ആവറേജ് പേസ് ലെങ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് പാസോമീറ്ററിൽ. അങ്ങനെയാണ് നമ്മൾ ലീനിയർ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് മെത്തേഡ് പറഞ്ഞു, പെഡോമീറ്റർ, ഓഡോമീറ്റർ, പെരാമ്പുലേറ്റർ, സ്പീഡോമീറ്റർ. പിന്നെ ജഡ്ജിങ് ഡിസ്റ്റൻസ്, ടൈം മെഷർമെന്റ്. ലാസ്റ്റ് വൺ ആണ് ചെയിനിങ്. ചെയിനിങ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്. അതുപോലെ തന്നെ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ചെയിനിങ് തന്നെയാണ്. ചെയിനിങ് നമ്മൾ ചെയിനും ടേപ്പും യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ചെയിനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. Instruments used for chaining. ഫസ്റ്റ് വൺ ആണ് ചെയിൻ. ചെയിനിങ് ചെയ്യണമെങ്കിൽ ചെയിൻ വേണമല്ലോ. ചെയിനിന് കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിനിന്. അപ്പൊ ഫസ്റ്റ് അതിന്റെ മെറ്റീരിയൽ ഗാൽവനൈസ്ഡ് സ്റ്റീൽ കൊണ്ടാണ് ആ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 mm ആണ് ഡയ. ഓരോന്നും ഇമ്പോർട്ടന്റ് ആട്ടോ, എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഗാൽവനൈസ്ഡ് സ്റ്റീൽ കൊണ്ടാണ് അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 4 mm ഡയ ഉള്ള ഗാൽവനൈസ്ഡ് സ്റ്റീൽ കൊണ്ട്. ഇതിപ്പോ ഇത് നമ്മുടെ മെട്രിക് സിസ്റ്റത്തിൽ പറയുമ്പോഴല്ലേ. അതിന് നമ്മുടെ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ഈ 4 mm ഡയ എന്നുള്ളത് 8 SWG ആയിട്ടാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അവരുടെ ആ ഒരു ഉള്ള ടേമാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. 4 mm ഡയ എന്ന് പറയുന്നത് 8 SWG ആണ്, സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇനി ഈ ചെയിനിന്റെ എൻഡ്സ് നമുക്കറിയാം, നമ്മൾ ചെയിൻ കണ്ടിട്ടുണ്ടല്ലോ. ആ ചെയിനിന്റെ എൻഡ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, എൻഡ്സിൽ ഓരോ ഹാൻഡിൽ ഉണ്ടാവും. ആ ഹാൻഡില് ബ്രാസ് ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബ്രാസ് കൊണ്ട് മെയ്ഡ് ചെയ്ത ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ചെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ മെട്രിക് ചെയിൻ ആണെങ്കിൽ നമ്മൾ പറയും 20 മീറ്ററിന്റെ ഉണ്ട്, 30 മീറ്ററിന്റെയും ചെയിൻ ഉണ്ട് മെട്രിക് ചെയിൻ ആണെങ്കിൽ. അപ്പൊ ഈ 20 മീറ്റർ എന്ന് പറയുന്നത്, ഈ ഒരു ഈ ചെയിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ബ്രാസ് ഹാൻഡിലിന്റെ ഔട്ടർ ടു ഔട്ടർ മെഷർമെന്റ് ആണ് ആ ഒരു ചെയിന്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ, ബ്രാസ് ഹാൻഡിന്റെ ഇന്നർ ടു ഇന്നർ ആണോ ഔട്ടർ ടു ഔട്ടർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ബ്രാസ് ഹാൻഡിലിന്റെ ഔട്ടർ ടു ഔട്ടർ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ആ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്, ആ ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത്. 20 മീറ്റർ ആണെങ്കിൽ 20 മീറ്റർ എന്ന് പറയുന്നത് ഒരു ബ്രാസ് ഹാൻഡിന്റെ ഔട്ടർ തൊട്ട് അടുത്ത അതിന്റെ എൻഡിലുള്ള ബ്രാസ് ഹാൻഡിന്റെ ഔട്ടർ വരെയുള്ള ആ ഡിസ്റ്റൻസ് ആണ്. പിന്നെ നമ്മൾ ഈ ചെയിനിന്റെ ബ്രാസ് ഹാൻഡിലിന്റെ അവിടെ ആയിട്ട് ഒരു ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പേരാണ് സെർവൽ ജോയിന്റ് എന്ന് പറയും. അത് നമ്മൾ ഈ ചെയിൻ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ട്വിസ്റ്റിങ്ങിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ജോയിന്റ് ആണ് സെർവൽ ജോയിന്റ്.
പേര് ഓർത്തിരിക്കാട്ടോ, സെർവൽ ജോയിന്റ്. ഇനി നമ്മൾ രണ്ട് തരത്തിലുള്ള ചെയിൻ ഉണ്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. മെട്രിക് ചെയിനും ബ്രിട്ടീഷ് ചെയിനും ഉണ്ട്. അപ്പൊ മെട്രിക് ചെയിനാണ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്. മെട്രിക് ചെയിൻ ഞാൻ പറഞ്ഞായിരുന്നു 20 മീറ്ററിന്റെ ഉണ്ട്, 30 മീറ്ററിന്റെ ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അതിന് മുതൽ പറയട്ടെ. അപ്പൊ ചെയിനിങ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ചെയിൻ ആണ്. ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഓഫ് 4 mm ഡയ. ഇമ്പോർട്ടന്റ് ആണ് 4 mm ഡയ. ഇത് ബ്രിട്ടീഷ് പറയുന്നത് 8 SWG. ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ബ്രാസ് ഹാൻഡിന്റെ ഔട്ടർ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ സെർവർ ജോയിന്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ട്വിസ്റ്റിങ്ങും ടേണിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ മെട്രിക് സിസ്റ്റത്തില് 20 മീറ്ററിന്റെയും 30 മീറ്ററിന്റെയും ചെയിൻ ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അല്ലാത്ത ചെയിനും ഉണ്ട് കേട്ടോ. 1 മീറ്റർ ചെയിൻ ഉണ്ട്, 5 മീറ്റർ ചെയിൻ ഒക്കെ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് 20 മീറ്ററും 30 മീറ്ററും ആണ് മെട്രിക് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ഇപ്പൊ 20 മീറ്ററിന്റെ ചെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലിങ്ക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അല്ല, ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. ഈ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷ് പറയുന്നതാണ്. ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക് ചെയിൻ എടുക്കുകയാണെങ്കിൽ 20 സെന്റിമീറ്റർ. അപ്പൊ 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ എത്ര ലിങ്ക് ഉണ്ടാവും? 5 ലിങ്ക് ഉണ്ടാവും. 5 ലിങ്ക്സ് ചേരുന്നതാണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഒരു ലിങ്ക് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലിങ്ക് 20 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു മീറ്ററിലും എവരി 1 മീറ്ററില് ഒരു ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു മീറ്ററിൽ ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എവരി 5 മീറ്ററില് ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. അപ്പൊ നമ്മള് ചെയിനെ കുറിച്ച് പറയുന്നത് ഒരു ലിങ്ക് എന്ന് വെച്ചാൽ 20 സെന്റിമീറ്റർ ആണ്. ഓരോ മീറ്ററിലും ബ്രാസിന്റെ ഒരു റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ചെയിൻ 20 മീറ്ററിന്റെ ചെയിൻ ആണെങ്കിൽ അതിന്റെ ഓരോ മീറ്ററിലും ഒരു ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ 5 മീറ്റർ കൂടുമ്പോഴും ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ടാലി എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട് മെയിൻ ആയിട്ട്. സിംഗിൾ ഹെഡഡ്, ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ടാലി കൊടുക്കാറ്. നമ്മുടെ ചെയിനില് ടാലി കൊടുക്കാറ്. ഇതപ്പോ സിംഗിൾ ഹെഡഡ്, ഒരു ഹെഡ് ഉള്ളൂ. ഇങ്ങനെ കൊടുക്കുന്നതാണ് സിംഗിൾ ഹെഡഡ്. പിന്നെ ഡബിൾ ഹെഡഡും ഉണ്ട്, ട്രിപ്പിൾ ഹെഡഡും ഉണ്ട്. ഒരു മിനിറ്റ്. ഇത് സിംഗിൾ ഹെഡഡ്. ഡബിൾ ഹെഡഡ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡബിൾ ഹെഡഡ് ടാലി. പിന്നെ ട്രിപ്പിൾ ഹെഡഡ് ടാലി. ഇങ്ങനെ 3 ടൈപ്പിലുള്ള ടാലി ഉണ്ട്. അപ്പൊ 5 മീറ്ററിലാണ് നമ്മൾ ടാലി പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. സിംഗിൾ ഹെഡർ ഉണ്ട്, ഡബിൾ ഹെഡർ ഉണ്ട്, ട്രിപ്പിൾ ഹെഡർ ഉണ്ട്. അതപ്പോ എല്ലാ കേസിലും ഉണ്ടാവത്തില്ല. ഇപ്പൊ 20 മീറ്ററിന്റെ ചെയിനിലാണെങ്കിൽ ഈ സിംഗിൾ ഹെഡഡും ഡബിൾ ഹെഡഡും ആണ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ 20 മീറ്ററിന്റെ ചെയിൻ ആണെന്ന് ഓർക്കുക. 5 മീറ്റർ, ഇങ്ങനെ നമുക്ക് 4 ആയിട്ട് 5 മീറ്റർ ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് 5 മീറ്റർ, ഈ 2 എൻ സി എന്നുള്ള 5 മീറ്റർ, ഈ എൻ ഡി എന്നുള്ള 5 മീറ്റർ, ഈ എൻ ഡി എന്നുള്ള 5 മീറ്റർ. അപ്പൊ അവിടെ നമ്മൾ ഒരു ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് സിംഗിൾ ഹെഡഡ് ആയിരിക്കും. സിംഗിൾ ഹെഡഡ് ആയിട്ടുള്ള ഒരു ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോ ഇത് നമ്മൾ 20 മീറ്റർ ചെയിന്റെ കേസ് ആയിട്ട് പറയണത്. 20 മീറ്ററിന്റെ ചെയിന്റെ കേസിൽ നമുക്ക് 5 മീറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ 5 മീറ്റർ 2 എൻ സി എന്നുള്ള ഫസ്റ്റ് 5 മീറ്റർ നമ്മൾ ഒരു സിംഗിൾ ഹെഡഡ് ടാലി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ നടുക്കല്ല, അടുത്ത 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ നടുക്കായിട്ട് വരും. അപ്പൊ ഇതിന്റെ മിഡിലായിട്ട് നമ്മളൊരു ഡബിൾ ഹെഡഡ് ടാലിയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ടാലി കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ട്രിപ്പിൾ ഹെഡഡ് ടാലി എവിടെയായിരിക്കും ഉണ്ടാവുള്ളൂ? 30 മീറ്റർ ചെയിന്റെ കേസിലാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ 20 മീറ്റർ ചെയിനില് ഫസ്റ്റ് 2 എൻഡിന്ന് ഫസ്റ്റ് 5 മീറ്ററിൽ ഒരു സിംഗിൾ ഹെഡഡ് ഉണ്ടാവും. മിഡിലായിട്ട് ഡബിൾ ഹെഡഡ് ടാലി ഉണ്ടാവും. ഇനി 30 മീറ്റർ ചെയിന്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് 5 മീറ്ററിൽ സിംഗിൾ ഹെഡഡ് ഉണ്ടാവും 2 എൻഡിന്നും. സെക്കൻഡ് 5 മീറ്ററിൽ ഡബിൾ ഹെഡഡ് ഉണ്ടാവും. മിഡിലായിട്ട് ട്രിപ്പിൾ ഹെഡഡ് ഉണ്ടാവും. അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ടാലീസ് ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുന്നത്. സാധാരണ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ഓർത്തിരിക്കാം. ടാലീസ് 5 മീറ്റർ ഇന്റർവെല്ലാണ് കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഈ 3 തരത്തിലുള്ളതിന്റെ കാര്യം ചോദിച്ചു കണ്ടിട്ടില്ല. ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ 20 മീറ്ററിന്റെയും 30 മീറ്ററിന്റെയും കേസിൽ ഓർത്തിരിക്കാനുള്ളത്.
സാധാരണ നമ്മൾ ഇതാണ് യൂസ് ചെയ്യാറ്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ, അങ്ങനത്തെ 5 ലിങ്ക് കൂടുന്നതാണ് 1 മീറ്റർ. ഓരോ 1 മീറ്ററിലും ബ്രാസ് റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ 5 മീറ്ററിലും ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് സിംഗിൾ ഹെഡറും ഡബിൾ ഹെഡറും ട്രിപ്പിൾ ഹെഡറും ഉണ്ട്. അതിൽ സിംഗിൾ ഹെഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഹെഡും ഡബിൾ ഹെഡഡ് നമ്മൾ 20 മീറ്റർ ചെയിന്റെ കേസിലാണ് കൊടുക്കുന്നത്. ട്രിപ്പിൾ ഹെഡഡും കൂടെ കൊടുക്കുന്നത് 30 മീറ്റർ ചെയിന്റെ കേസിലാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇത് മെട്രിക് ചെയിൻ ആണ് 20 മീറ്ററിന്റെ 30 മീറ്ററിന്റെ. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിസ്റ്റത്തിലും ചെയിൻസ് ഉണ്ട്. ബ്രിട്ടീഷ് സിസ്റ്റത്തില് 3 രീതിയിൽ ചെയിൻസ് ഉണ്ട്. 3 ടൈപ്സ് ഓഫ് ചെയിൻസ് ആണുള്ളത് ബ്രിട്ടീഷ് സിസ്റ്റത്തില്. ഫസ്റ്റ് വൺ ആണ് ഗണ്ടേഴ്സ് ഓർ സർവേസ്. ഗണ്ടേഴ്സ് ഓർ സർവേയേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ഓർ സർവേസ് ചെയിൻ അതിന്റെ നമ്മൾ മെട്രിക് സിസ്റ്റത്തിൽ പറഞ്ഞു 20 മീറ്റർ 30 മീറ്റർ ലെങ്ത് എന്ന്. അതുപോലെ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ് ആണ്. 66 ഫീറ്റ് ആണ് ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേസ് ചെയിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി 100 ലിങ്ക്സ് ഉണ്ടാവും. 66 ഫീറ്റ്. അവരെല്ലാം ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ എല്ലാ ഫീറ്റിലും ഫർലോങ്ങിലും മൈലിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ 66 ഫീറ്റ് ആണ് ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേസ് ചെയിന്റെ ലെങ്ത്. അപ്പൊ 66 ഫീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അതിൽ 100 ലിങ്ക്സ് ഉണ്ടാവും. അപ്പൊ ഒരു ലിങ്ക് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 66 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. 0.66 ഫീറ്റ് ആയിരിക്കും. ജസ്റ്റ് എത്ര ലെങ്ത് ടോട്ടൽ ലെങ്ത്തും എത്ര ലിങ്ക് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നിട്ട് നമുക്ക് ഒരു ലിങ്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ. ജസ്റ്റ് അങ്ങനെ അറിഞ്ഞിരിക്കുക കേട്ടോ. 66 ഫീറ്റ് ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 100 ലിങ്ക് ഉണ്ടാവും. ഒരു ലിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.66 ഫീറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് വൺ ആണ് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിനില് 100 ഫീറ്റ് ആണ് ലെങ്ത്. ലെങ്ത് എത്രയാണ്? 100 ഫീറ്റ് ആണ്. അതുപോലെ തന്നെ 100 ലിങ്ക്സും ഉണ്ട്. 100 ഫീറ്റും ഉണ്ട്. 100 ഫീറ്റ് ആണ് ലെങ്ത്, 100 ലിങ്ക്സും ഉണ്ട്. അപ്പോ നമ്മുടെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. 1 ലിങ്ക് ഈക്വൽ ടു 1 ഫീറ്റ്. എഞ്ചിനീയേഴ്സ് ചെയിൻ 100 ഫീറ്റ് ആണ് ടോട്ടൽ ലെങ്ത്, 100 ലിങ്ക്സും ഉണ്ട്. ഒരു ലിങ്ക് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. ഇനി അടുത്തൊരു ടൈപ്പും കൂടെ ഉണ്ട്. ഈ 3 ടൈപ്പിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേസ് ചെയിൻ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈപ്പ്. ഫസ്റ്റ് വൺ ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേസ് ചെയിൻ. അതിന്റെ ടോട്ടൽ ലെങ്ത് 66 ഫീറ്റ് ആണ്. അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ബ്രിട്ടീഷ് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഗണ്ടേഴ്സ് അല്ലെങ്കിൽ സർവേസ് ചെയിൻ ആണ്. 100 ലിങ്ക് ആണ്. ഒരു ലിങ്ക് 0.66 ഫീറ്റ്. അടുത്താണ് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിൻ വെച്ചാൽ ടോട്ടൽ ലെങ്ത് 100 ഫീറ്റ്, 100 ലിങ്ക്സ് ഉണ്ട്. ഒരു ലിങ്ക് എന്ന് പറയുന്നത് 1 ഫീറ്റ് ആയിരിക്കും. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 33 ഫീറ്റ് ആണ്. ടോട്ടൽ ആയിട്ടുള്ള ലിങ്ക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ലിങ്ക്സ് ആണ്. 33 ഫീറ്റ് ആണ് ലെങ്ത്. ആ ലെങ്തില് 16 ലിങ്ക്സ് ആണുള്ളത്. അപ്പൊ ഒരു ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33 ഡിവൈഡ് ബൈ 16 ആണ്. 16 ഫീറ്റ് ആണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഫ്രാക്ഷണൽ ഫോം കൂടെ ഓർത്തിരിക്കാം. 2 1/60. 16 into 32 plus 1 33. 33 by 60. ഒരു ലിങ്ക് 33 by 16 ആണ്. ഇത്രയും ഫീറ്റ് ആണ് ഒരു ലിങ്ക്. അപ്പൊ ഫ്രാക്ഷൻ ഫോമിൽ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 2 1/60. 16 into 32 plus 1 33 by 60. അതാണ് 3 ടൈപ്സ് നമ്മൾ ബ്രിട്ടീഷ് സിസ്റ്റത്തിലുള്ള ചെയിൻസ്. ഏതൊക്കെയായിരുന്നു? സർവേസ് അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ചെയിൻ. തേർഡ് വൺ റവന്യൂ ചെയിൻ. അപ്പൊ നമ്മൾ ചെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞു ചെയിന്. ചെയിൻ മെട്രിക് സിസ്റ്റത്തിലും പറഞ്ഞു, ബ്രിട്ടീഷ് സിസ്റ്റത്തിലും പറഞ്ഞു. ഇനി ഈ ചെയിനേക്കാൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സ്റ്റീൽ ബാൻഡ് ഓർ ബാൻഡ് ചെയിൻ. ഇതും ഒരു ടൈപ്പ് ഓഫ് ചെയിൻ തന്നെയാണ് കേട്ടോ. സ്റ്റീൽ ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ചെയിൻ. ഇത് നമ്മൾ മെയ്ഡ് ചെയ്തേക്കുന്നത് സ്റ്റീൽ കൊണ്ട് തന്നെയാണ്. റിബൺസ് ഓഫ് സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ചെയിൻ നമ്മൾ മെയ്ഡ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡയമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്രയാണെന്ന് പറഞ്ഞത്? സാധാരണ ചെയിനിന്റെ
നമ്മൾ 4 mm ഡയമീറ്റർ ഉള്ള സ്റ്റീൽ കൊണ്ടായിരുന്നു മേഡ് ചെയ്തേക്കെന്ന് പറഞ്ഞു. ഇവിടെ 16 mm ഡൈ ആണ്. ഈ സ്റ്റീലിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആണ്. അതുപോലെ തന്നെ ഇവിടെയും ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ചെയിൻ എന്ന് പറയുന്നത് വെരി ആക്യുറേറ്റ് ആണ്. നമ്മൾ ഈ ബാൻഡ് ചെയിൻ അല്ലെങ്കിൽ സ്റ്റീൽ ബാൻഡ് ഒക്കെയാണ് ചെയിനെ ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി സ്റ്റാൻഡർഡൈസിങ്ങിന് വേണ്ടി ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ 20 മീറ്ററിന്റെ ഒരു ചെയിൻ ആണെങ്കിൽ അത് 20 മീറ്റർ എന്നുള്ളത് അതിന് നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള എറേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. 20 മീറ്ററിന്റെ ചെയിൻ ആണെങ്കിൽ സാധാരണ നമ്മൾ പെർമിസിബിൾ ആയിട്ടുള്ള എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 mm ആണ്. +or- 5 mm ആണ് എറർ പെർമിസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു നമ്മളെ ചെയിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റീൽ ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ചെയിൻ ആണ്. അപ്പൊ അത് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്ന് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് നമ്മൾ ടെസ്റ്റിംഗ് ആക്യുറസി ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ചെയിൻ. അത്രമാത്രം ആക്യുറേറ്റ് ആണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഗ്രാജുവേഷൻസ് ഒക്കെ മേഡ് ചെയ്തേക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് ആണ് ഗ്രാജുവേഷൻസ് ഒക്കെ. നമ്മുടെ ചെയിനെ സംബന്ധിച്ച് ഇത് ഈ ഒരു സ്റ്റീൽ ബാൻഡ് അല്ലെങ്കിൽ ബാൻഡ് ചെയിനിൽ ഗ്രാജുവേഷൻസ് ഒക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതൊക്കെ നമ്മൾ ബ്രാസ് റിബറ്റ്സും സ്റ്റഡ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഗ്രാജുവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബ്രാസ് റിബറ്റ്സ് ഓർ സ്റ്റഡ്. അപ്പോൾ സ്റ്റീൽ ബാൻഡിൽ ബാൻഡ് ചെയിൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ആക്യുറേറ്റ് ആണ്. മറ്റു സാധാരണ ചെയിനെ അപേക്ഷിച്ച് കൂടുതൽ ആക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ റിബൺസ് ഓഫ് സ്റ്റീൽ കൊണ്ടാണ് മേഡ് ചെയ്തേക്കുന്നത്. 16 mm ആണ് ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ബ്രാസ് ഹാൻഡിൽസ് 2 എൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയിനൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ചെയിൻ ആണ്. പിന്നെ ഗ്രാജുവേഷൻസ് ഒക്കെ മേഡ് ചെയ്തേക്കുന്നത് ബ്രാസ് റിബൺസ് അല്ലെങ്കിൽ സ്റ്റഡ് കൊണ്ടൊക്കെയാണ് മേഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചെയിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻക്രീസ് ഇൻ ലെങ്തിനും ഡിക്രീസ് ഇൻ ലെങ്തിനും ടെസ്റ്റ് ചെയ്യും. ആദ്യമേ പെർമിസിബിൾ ആയിട്ട് നമ്മൾ ചെയിനിൽ വരാവുന്ന പെർമിസിബിൾ ആയിട്ടുള്ള എറർ പറയാം. പെർമിസിബിൾ ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 1 മീറ്റർ ചെയിൻ ആണെങ്കിൽ +or- 2 mm ആണ് അവിടെ പെർമിസിബിൾ ആയിട്ടുള്ള എറർ എന്ന് പറയുന്നത്. 3 മീറ്റർ ചെയിനില് 3 മീറ്റർ അല്ല 5 മീറ്റർ ചെയിനില് +or- 3 mm ആണ് പെർമിസിബിൾ ആയിട്ടുള്ള എറർ. 20 മീറ്റർ ചെയിനിലാണെങ്കിൽ +or- 5 mm. 30 മീറ്റർ ചെയിനിലാണെങ്കിൽ 8 mm വരെ എറർ പെർമിസിബിൾ ആണ്. അപ്പോ നമുക്ക് എറർ സാധാരണ ഉണ്ടാവുന്നത് ആ ഒരു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടൊക്കെ വരുന്നത് സാധാരണ ലെങ്ത്തിൽ ഇൻക്രീസും ഉണ്ടാവാം ഡിക്രീസും ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഇരുന്ന കേസിലാണ് നമുക്ക് ഈ ചെയിന്റെ ലെങ്ത് ഇപ്പൊ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചു. നമ്മൾ ആ ചെയിൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വിയർ ആൻഡ് ടയറും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യാറുണ്ട്. അതിന് പെർമിസിബിൾ ആയിട്ടുള്ള എറർ ആണ് 1 മീറ്ററിൽ 2 mm ആണ് എറർ വരാമുള്ളൂ. 5 മീറ്ററിന്റെ ചെയിൻ ആണെങ്കിൽ 3 mm വരെ പെർമിസിബിൾ ആണ്. 20 മീറ്ററിന്റെ കേസിലാണെങ്കിൽ 5 mm വരെ പെർമിസിബിൾ ആണ്. 30 മീറ്റർ ചെയിൻ കേസിൽ 8 mm വരെ പെർമിസിബിൾ ആണ്. സാധാരണ ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ ആ ചെയിന്റെ ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാവാനുള്ള റീസൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? അതിന്റെ ആ ഒരു നമ്മൾ പറഞ്ഞ ലിങ്ക്സ് ഒക്കെ ഓപ്പൺ ഔട്ട് ആയി പോകുന്നതോ അല്ലെങ്കിൽ അത് വൈഡൻ ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ ആയിരിക്കും അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം. സ്ട്രെച്ചിങ് ഓഫ് മെയിൻ ആയിട്ട് സ്ട്രെച്ചിങ് ഓഫ് ലിങ്ക്സ് അല്ലെങ്കിൽ അത് ഓപ്പൺ ഔട്ട് ആയി പോകുന്നത് കൊണ്ടാണ് ഈ ചെയിന്റെ ലെങ്ത് കൂടാനുള്ള ചാൻസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ചെയിന്റെ ലെങ്ത് കുറയുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഡൊക്കെ കയറി നമ്മൾ പല ഫീൽഡിൽ കൂടെ ഒക്കെ പ്ലോട്ടിൽ കൂടെ ഇട്ടല്ലേ ഈ സ്റ്റേജിങ് ചെയ്യുന്നത്. അപ്പൊ മഡ് സ്റ്റിക്കിങ്ങും എന്തെങ്കിലും ചെളിയൊക്കെ കയറി അടഞ്ഞ് അതിന്റെ ലെങ്ത് കുറയാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അതുപോലെ തന്നെ പീരിയോഡിക്കലായിട്ടും സ്റ്റാൻഡർഡൈസ് ചെയ്യാറുണ്ട്. അപ്പൊ പെർമിസിബിൾ ആയിട്ടുള്ള എറർ പറഞ്ഞു. 4 ടൈപ്പുള്ള മീറ്റർ ചെയിനിൽ പെർമിസിബിൾ ആയിട്ടുള്ള എറർ പറഞ്ഞു. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് 20 മീറ്ററിന്റെ ചെയിനിൽ പെർമിസിബിൾ ആയിട്ടുള്ള എറർ ആട്ടോ.
എല്ലാം നോക്കി വെക്കുക. 1 മീറ്ററിൽ 2 mm ആണ്, 5 മീറ്റർ ആണെങ്കിൽ 3 mm, 20 മീറ്റർ ആണെങ്കിൽ 5 mm, 30 മീറ്ററിന്റെ ചെയിനാണെങ്കിൽ 8 mm വരെ എറർ പെർമിസിബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ചെയിൻ കഴിഞ്ഞു. ഫസ്റ്റ് ചെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് ചെയിന്. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോസ് ആണ്. ആരോസ്. ഈ ആരോസിനെ നമ്മൾ മാർക്കിംഗ് പിന്ന്, ചെയിനിങ് പിന്നൊക്കെ പറയും കേട്ടോ, ആരോസ്. അപ്പൊ നമ്മള് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ചെയിനില് എത്ര ആരോസ് ആണ് അക്കമ്പനി ചെയ്യാറുള്ളത്? ഒരു ചെയിനില് 10 ആരോസ് ആണ് നമ്മൾ ഒരു ചെയിനിങ് പ്രോസസ്സിന് മുമ്പ് ഒരു ചെയിനിൽ 10 ആരോസ് ആണ് ആ ഒരു സെറ്റിൽ ഉണ്ടാവുന്നത്. അത് ചോദിച്ചിട്ടുള്ള കേട്ടോ. 10 ആരോസ് ആണ് ഒരു ചെയിനിന്റെ സെറ്റിൽ ഉണ്ടാവുന്നത്. പിന്നെ അത് ഈ ആരോസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ 4 mm ഡൈ ആണ്. അതിന്റെ ആ ലെങ്ത്, ആരോയുടെ ആ ലെങ്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ ആണ്. മെയിൻ ആയിട്ട് ഇത്ര ഓർത്തിരിക്കട്ടോ, ഒരു ചെയിന്റെ സെറ്റില് 10 ആരോസ് ഉണ്ട്. അതിൽ 4 mm ഡയമീറ്റർ ആണ് അതിന്റെ ആ ഒരു ഇതും സ്റ്റീൽ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു 4 mm ഡയമീറ്റർ ആണ്. ലെങ്ത് 40 സെന്റിമീറ്റർ ആണ് പറയാറ്. നമ്മൾ സാധാരണ ചെയിന്റെ ആ ലെങ്ത്തിന്റെ ഓരോ ചെയിൻ ലെങ്ത്തിലാണ് ഈ ആരോസ് ഫിക്സ് ചെയ്യാറ് നമ്മൾ ചെയിനിങ് ചെയ്തു പോകുമ്പോൾ. ഈ തേർഡ് വൺ ആണ് ടേപ്പ്. ചെയിനിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ചെയിൻ പറഞ്ഞു, രണ്ടാമത്തെ ആരോസ്, അടുത്താണ് ടേപ്പ്. ഈ ടേപ്പ് ഒരു 4 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. കൂടുതൽ ആ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആട്ടോ ടേപ്പിൽ വരുന്നത്. ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ആയിരിക്കും മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വെയറിങ്ങിനും ടയറിങ്ങിനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിനൊന്നും ഈ ഒരു ടേപ്പ് യൂസ് ചെയ്യാറില്ല. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് മെഷർ ചെയ്യാനാണ്. അപ്പൊ ടേപ്പ് ഫസ്റ്റ് വൺ ആണ് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. ഓഫ്സെറ്റ് മെഷർമെന്റ് നമ്മൾ സാധാരണ ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലെസ് ആക്യുറേറ്റ് ആണെന്ന് പറയാം. ബെയറിംഗ് ടയറിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്കിന് ഈ ടേപ്പ് യൂസ് ചെയ്യാറില്ല. ഓഫ്സെറ്റ് കാൽക്കുലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടേപ്പാണ് മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത്. ഈ മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ് തന്നെയാണ്. ഈ ലിനൻ ടേപ്പ് ഒന്ന് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളൂ. റീഇൻഫോഴ്സ്ഡ് ലിനൻ ടേപ്പ് ആണ് മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത്. ഈ ക്ലോത്ത് ലിനൻ ടേപ്പ് റീഇൻഫോഴ്സ്മെന്റ് എന്തെങ്കിലും ഫൈൻ ആയിട്ടുള്ള ബ്രാസും കോപ്പറൊക്കെ ഉപയോഗിച്ച് റീഇൻഫോഴ്സ് ചെയ്തിട്ടാണ് മെറ്റാലിക് ടേപ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി ഇവിടെയും ഇതും ഓഫ്സെറ്റിന്റെ മെഷർമെന്റിനൊക്കെയാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യാറുള്ളൂ. ഒത്തിരി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്സിനൊന്നും മെറ്റാലിക് ടേപ്പ് യൂസ് ചെയ്യാറില്ല. ഇനി തേർഡ് വൺ ആണ് സ്റ്റീൽ ടേപ്പ്. തേർഡ് വണ് സ്റ്റീൽ ടേപ്പ്. സ്റ്റീൽ ടേപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റീൽ റിബൺ കൊണ്ട് തന്നെയാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 mm to 16 mm ആണ്. സ്റ്റീൽ റിബൺ കൊണ്ടാണ് മെയ്ഡ് ചെയ്തേക്കുന്നത്. ഇതും ഈസിലി ബ്രേക്കബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് വർക്സിനൊന്നും ഇതും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ ഫോർത്ത് വൺ ആണ് ഇൻബാർ ടേപ്പ്. ഇതാണ് നമ്മള് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർക്സ് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്സിനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ്. യൂസ്ഡ് ഫോർ ഇമ്പോർട്ടന്റ് വർക്സ്. ഇനി ഇൻബാറിന്റെ മെറ്റീരിയൽ നമ്മൾ ചോദിക്കാറുണ്ട്. ഇൻബാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലോയിയ. എന്തിന്റെ അലോയിയാണ്? കോപ്പറിന്റെയും സ്റ്റീലിന്റെയും ഒരു അലോയി ആണ് ഇൻബാർ എന്ന് പറയുന്നത്. അതിൽ 36% കോപ്പറും 64% സ്റ്റീലും ആയിരിക്കും ഈ ഇൻബാർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് വർക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടേപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇൻബാർ ടേപ്പ് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 36% കോപ്പറിന്റെയും 64% സ്റ്റീലിന്റെയും അലോയി ആണ് ഇൻബാർ. അപ്പൊ സ്റ്റീൽ എല്ലാത്തിലും നമുക്ക് അറിയാലോ. അപ്പൊ കോപ്പർ അല്ലോ, നിക്കൽ അല്ലേ? സോറി കേട്ടോ, കോപ്പർ അല്ല കേട്ടോ, നിക്കലാ. 36% നിക്കലും 64% സ്റ്റീലും.
ഇപ്പൊ ഇൻബാറിന് നമ്മള് സ്റ്റീൽ നമുക്ക് അറിയാം എല്ലാത്തിലും ഉണ്ടെന്ന്. ഇപ്പൊ നിക്കലാന്ന് പറയുന്നത് ഇൻബാറിന്റെ NI തിരിച്ചിട്ട് ഓർക്കുക. അപ്പൊ നിക്കലും സ്റ്റീലിന്റെയും അലോയിയാണ് ഇൻബാർ എന്ന് പറയുന്നത്. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ടേപ്പ് ആണ് അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പറഞ്ഞത്. 4 തരത്തിലുണ്ട്. ക്ലോത്ത് അല്ലെങ്കിൽ ലിനൻ ടേപ്പ്. അത് നമ്മുടെ ക്ലോത്ത് ഒക്കെ ആയിരുന്നു നമുക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓഫ്സെറ്റ് മെഷർമെന്റ് ആണ് സാധാരണ യൂസ് ചെയ്യാറ്. രണ്ടാമത്തെ മെറ്റാലിക് ടേപ്പ് പറഞ്ഞു. അത് ലിനൻ ടേപ്പ് ബ്രാസ് ഫൈൻ ആയിട്ടുള്ള ബ്രാസും കോപ്പറും ഒക്കെ വെച്ച് റീഇൻഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ടേപ്പാണ്. അതും ഓഫ്സെറ്റ് മെഷർമെന്റ്സിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തെ ആയിരുന്നു സ്റ്റീലിന്റെ ടേപ്പ്. അത് സ്റ്റീൽ റിബൺസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. 6 mm to 16 mm ആണ് അതിന്റെ ഡയമീറ്റർ പറഞ്ഞത്. അത് ഈസിലി ബ്രേക്കബിൾ ആണ്. അടുത്ത ഇൻബാർ ടേപ്പ് ആണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടേപ്പ്. അതിന്റെ അലോയിന്ന് അത് 36% നിക്കലിന്റെ 64% സ്റ്റീലിന്റെ ഒരു കോമ്പോസിഷൻ ആണ് ഈ ഇൻബാർ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ടേപ്പ് ആണെന്നും ഇതിന്റെ ആ ഒരു കോമ്പോസിഷൻ ഓർത്തിരിക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മൂന്നാമത്തെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞു, ടേപ്പ്. ഇനി ചെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന 4th ഇൻസ്ട്രുമെന്റ് ആണ് റേഞ്ചിങ് റോഡ്. റേഞ്ചിങ് റോഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതല്ലേ. സ്റ്റീൽ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സ്, ഓൾട്ടർനേറ്റ് ബാൻഡ്സ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ, അതിന്റെ ആ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കളർ വെച്ച് മാർക്ക് ചെയ്തേക്കുന്ന റേഞ്ചിങ് റോഡ്. സാധാരണ ഒരു 2 മീറ്ററിന്റെ 3 മീറ്ററിന്റെ റേഞ്ചിങ് റോഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്ററിന്റെ റേഞ്ചിങ് റോഡാണ് യൂസ് ചെയ്യാറ്. ഇനി ഈ റേഞ്ചിങ് റോഡിന്റെ ഓരോ ബാൻഡും നമ്മൾ എങ്ങനെയാ, ഒന്നെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കൂടുതലായിട്ട് നമ്മളൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുപോലെ തന്നെ റെഡും വൈറ്റും ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റും ഉണ്ട്. കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാ കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബാൻഡ്സും ഉണ്ട്, റെഡ് ആൻഡ് വൈറ്റ് ബാൻഡ്സും ഉണ്ട്. അതുപോലെ ഒരു ബാൻഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. നമ്മൾ ആ കാണുന്ന ആ ബ്ലാക്ക് ബാൻഡ് നമ്മുടെ ഒരു റേഞ്ചിങ് റോഡിന്റെ ബാൻഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാൻഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ. ഓരോ ബാൻഡും 20 സെന്റിമീറ്റർ വെച്ചാണ്. ഓർത്തിരിക്കാട്ടോ, റേഞ്ചിങ് റോഡിന്റെ സൈസ് ഹൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ആ ലെങ്ത് എന്ന് പറയുന്നത് 2 മീറ്ററിന്റെ 3 മീറ്ററിന്റെ അവൈലബിൾ ആണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആൻഡ് വൈറ്റ് ബാൻഡ്സ് ആയിട്ട് ഓൾട്ടർനേറ്റ് ബാൻഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഒരു ബാൻഡ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഈ റേഞ്ചിങ് റോഡൊക്കെ നമുക്ക് കുറച്ച് ദൂരത്തേക്കാണ്, നമ്മൾ സാധാരണ റേഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല റേഞ്ചിങ് റോഡ്. കുറച്ച് ദൂരത്ത് കൊണ്ടാണ് ഇത് ഫിക്സ് ചെയ്തേക്കണമെങ്കിൽ നമുക്കത് വിസിബിൾ ആവാൻ വേണ്ടി നമ്മൾ മുകളിൽ ഒരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ടാവും, ഒരു വൈറ്റ് ഫ്ലാഗ്. ആ ഫ്ലാഗിന്റെ ഏരിയ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, 25 സെന്റിമീറ്റർ സ്ക്വയർ ആട്ടോ. ആ ഒരു ഫ്ലാഗിന്റെ ഏരിയ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡേറ്റാസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. 25 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ആ ഫ്ലാഗിന്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് സാധാരണ റേഞ്ച് റോഡ് യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ സ്റ്റേഷൻ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ റേഞ്ചിങ്ങിന് വേണ്ടി സ്ട്രേറ്റ് ലൈൻസ് ഒക്കെ റേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സ്റ്റേഷൻ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ റേഞ്ച് ചെയ്യാൻ വേണ്ടി. റേഞ്ചിങ് സ്ട്രേറ്റ് ലൈൻസ് സാധാരണ റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യാൻ നമുക്കറിയാലോ. ഇനി ഈ റേഞ്ചിങ് റോഡ് സാധാരണ ഞാൻ പറഞ്ഞു 2 മീറ്റർ അല്ലെങ്കിൽ 3 മീറ്റർ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്. ഇനി ചില കേസിൽ 4 to 6 മീറ്റർ അവൈലബിൾ ആയിട്ടുള്ള റേഞ്ചിങ് റോഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ചിങ് റോഡ്സിനെയാണ് റേഞ്ചിങ് പോൾ എന്ന് പറയുന്നത്. റേഞ്ചിങ് പോൾ എന്ന് പറയുന്നത് 4 to 6 മീറ്റർ ആ ഒരു ലെങ്ത് ആണ്. റേഞ്ചിങ് റോഡിന്റെ ലെങ്ത് 4 to 6 മീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ റേഞ്ചിങ് പോൾ എന്ന് പറയും. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഇവിടെയും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബാൻഡ്സ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ റേഞ്ചിങ് പോളിന്റെ ഒരു ലെങ്ത് ഓർത്തിരിക്കുക, 4 to 6 മീറ്ററിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് പെഗ്. പെഗ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി, സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പെഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പെഗിന്റെ ഒരു എന്റെ സോയിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഷാർപ്പ് ആയിട്ടുള്ള എൻഡ് ആയിരിക്കുമല്ലോ.
ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയുന്നത് 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു പെഗിന്റെ ലെങ്ത് പറയാറ്. പക്ഷെ ചില സമയത്ത് ചില ടെക്സ്റ്റിലൊക്കെ നമ്മൾ ഒരു റേഞ്ച് കാണാറുണ്ട് 15 to 60 സെന്റിമീറ്റർ എന്നും റേഞ്ച് കാണാറുണ്ട്. യൂഷ്വലി നമ്മൾ ഒരു പെഗിന്റെ ലെങ്ത് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ആ സോയിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ആ ഒരു ലെങ്ത് കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് ആണ് 15 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്രൗണ്ട് ലെവലിന്റെ മേളില് ഒരു 4 സെന്റിമീറ്ററിന്റെ പ്രൊജക്ഷൻ വേണമെന്നാണ് പറയുന്നത്. എബവ് ഗ്രൗണ്ട് ലെവൽ 4 സെന്റിമീറ്റർ ആ പെഗ് നമുക്ക് കാണാൻ പാകത്തിന് ഒരു 4 സെന്റിമീറ്റർ പൊങ്ങി നിൽക്കണം ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ നിന്ന്. മൊത്തം 15 സെന്റിമീറ്റർ, അത് 4 സെന്റിമീറ്റർ മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. അങ്ങനെ രീതിയിൽ വേണം നമ്മൾ പെഗ് അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി. ഇനി ഈ പെഗിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. 3/3 സെന്റിമീറ്റർ ഓർ 5/5 സെന്റിമീറ്റർ എന്നാണ് ആ ക്രോസ് സെക്ഷൻ പറയുന്നത്. ചില കേസിൽ 2.5 സെന്റിമീറ്റർ 2.5/2.5 സെന്റിമീറ്റർ എന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പെഗിന്റെ കേസിൽ ഇത്ര ഓർത്തിരിക്കാൻ നമ്മൾ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാനാണ് പെഗ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് 15 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ റേഞ്ച് ആയിട്ട് നമ്മൾ ചിലപ്പോൾ 15 to 60 സെന്റിമീറ്റർ എന്ന് കാണാറുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ലെവലിന്റെ മേളില് 4 സെന്റിമീറ്റർ ആണ് അതിന്റെ പ്രൊജക്ഷൻ വേണ്ടത്. അതിന്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയർ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3/3 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5/5 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ചില കേസിൽ 2.5/2.5 സെന്റിമീറ്റർ എന്ന് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് പ്ലം ബോബ്. അടുത്ത ഇൻസ്ട്രുമെന്റ് പ്ലം ബോബ്. പ്ലം ബോബ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്ലം ബോബ് യൂസ് ചെയ്യുന്നത് പോയിന്റ്സിനെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ടു ട്രാൻസ്ഫർ പോയിന്റ്സ് ടു ഗ്രൗണ്ട്. അതിനാണ് നമ്മൾ പ്ലം ബോബ് യൂസ് ചെയ്യുന്നത്. പ്ലം ബോബ് നമ്മളൊരു തിയോഡലൈറ്റിലൊക്കെ അല്ലെങ്കിൽ എല്ലാ സർവേയിന്റെ കേസിലും ഒരു സെന്ററിങ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലം ബോബ് ആണ്. അറിയാലോ, സെന്ററിങ് എയ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലം ബോബ് ആണ്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ചെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞു, ചെയിന് ഇതൊക്കെ പറഞ്ഞു, ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ ടേപ്പ് കണ്ടു, പെഗ്, റേഞ്ചിങ് റോഡ്, ഓഫ്സെറ്റ് റോഡ് അല്ല, പ്ലം ബോബ് പറഞ്ഞു, പെഗ് പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞേ, പിന്നെ റേഞ്ചിങ് റോഡ്, റേഞ്ചിങ് പോള്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റേഞ്ചിങ് എന്താന്ന് നോക്കാം. നമ്മളിനി ചെയിൻ സർവേയിങ് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അതിന്റെ 3 പ്രോസസ് ആണ്. അതിലൊരു പ്രോസസ്സാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ചെയിൻ സർവേയിലെ 3 പ്രോസസ്സാണ് ചെയിനിങ്, റേഞ്ചിങ്, ചെയിനിങ്, ഓഫ്സെറ്റിങ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് റേഞ്ചിങ്. റേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് പോയിന്റ്സ് ഓൺ സർവേ ലൈൻ. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിന്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആട്ടോ. Ranging of a line is the operation of establishing intermediate points on a chain. It is done prior to chaining. Chaining നമ്മൾ ചെയ്യുന്നതിന് മുമ്പ്, ചെയിനിങ് എന്ന് വെച്ചാൽ എന്താ, ലീനിയർ ആയിട്ട് മെഷർമെന്റ് എടുക്കുന്ന ഒരു പ്രോസസ് അല്ലേ ചെയിനിങ്. അപ്പൊ ചെയിനിങ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട്, പ്രയർ ആയിട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് റേഞ്ചിങ്. അതും ഓർത്തിരിക്കാം, നമുക്ക് അറിയാലോ. റേഞ്ചിങ് ചെയ്യാതെ, റേഞ്ചിങ് ഒക്കെ ചെയ്ത് ലൈൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ അവിടെ ലീനിയർ മെഷർമെന്റ് എടുക്കുമല്ലോ. അപ്പൊ ചെയിനിങ് നമ്മൾ ഇനി ചെയിനിങ് സർവേയിൽ കാണുന്നുണ്ട് 3, നമുക്കറിയാം ചെയിൻ സർവേയിലെ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് റേഞ്ചിങ്, പിന്നെ നമ്മൾ ഓഫ്സെറ്റിങ്, ലാറ്ററൽ മെഷർമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഓഫ്സെറ്റ്സ് എടുക്കും. അതുപോലെ തന്നെ അടുത്താണ് ചെയിനിങ്. അപ്പൊ ചെയിനിങ്ങിനൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റേഞ്ചിങ്. റേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിൽ, അപ്പൊ നമുക്ക് സർവേ ചെയ്യേണ്ട ഒരു ലൈൻ ഇതാണെങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ആ ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ വേണ്ടി, നമുക്ക് സർവേ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആക്കാൻ വേണ്ടി നമ്മൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. ഇനി റേഞ്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മിനിമം എത്ര റേഞ്ചിങ് റോഡ്സ് വേണം? മിനിമം എത്ര റേഞ്ചിങ് റോഡ്സ് വേണം? മിനിമം
3 റോഡ്സ് ആണ് വേണ്ടത്. മിനിമം 3 റേഞ്ചിങ് റോഡ്സ് ആണ് ഈ റേഞ്ചിങ്ങിന് വേണ്ടത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മിനിമം 3 റേഞ്ചിങ് റോഡ്സ് എങ്കിലും വേണം. ആദ്യമേ നമ്മുടെ ഇപ്പൊ സർവേയറുടെ അടുത്ത് ഒരെണ്ണം വേണം. പിന്നെ ആ ചെയിൻ പിടിച്ച് മുമ്പോട്ട് പോകുന്ന അവസാനം ചെയിന്റെ ലെങ്ത്തിൽ ഏറ്റവും വെച്ചാൽ 3 റോഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആ ഡിസ്റ്റൻസ് ആ ഏരിയ കൂടുന്നതിനനുസരിച്ച് നമ്മൾ റേഞ്ച് റോഡ്സിന്റെ എണ്ണം കൂടി കൂടി വരും. അപ്പൊ മിനിമം 3 റോഡ്സ് എങ്കിലും വേണം. ഇത് ചോദിച്ചിട്ടുണ്ട്, മിനിമം എത്ര റേഞ്ചിങ് റോഡ്സ് വേണം? 3 റേഞ്ചിങ് റോഡ്സ് വേണം. ഇത് നമ്മൾ സാധാരണ ഒരു സർവേ ചെയ്യുമ്പോൾ ഒരു സർവേയറും ഉണ്ടാവും, അതുപോലെ ഒരു അസിസ്റ്റന്റും ഉണ്ടാവും. സർവേയർ എന്ന് വെച്ചാൽ സർവേ ചെയ്യുന്ന ഒരു ആളുണ്ടാവും, മെയിൻ ആയിട്ടുള്ള സർവേയറും ഉണ്ടാവും, ഒരു അസിസ്റ്റന്റും ഉണ്ടാവും. അപ്പൊ സർവേയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയിനിന്റെ റയർ ഹാൻഡില് പിടിച്ചിരിക്കുന്ന ഹോൾഡ് ചെയ്തിരിക്കുന്ന ആളായിരിക്കും സർവേയർ. അയാളായിരിക്കും ഈ അസിസ്റ്റന്റിന് എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അസിസ്റ്റന്റ് ആയിരിക്കും ലീഡർ. ലീഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഡ് ചെയ്ത് പോകുന്ന ആള്, മുമ്പിൽ ആ ചെയിനിന്റെ ഏറ്റവും മുമ്പിലത്തെ ആ ഹാൻഡിലും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് ചെയിൻ വലിച്ചുകൊണ്ട് പോകുന്ന ആളാണ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ലീഡർ. സർവേയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സർവേ ചെയ്യുന്ന ഇയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന മെയിൻ ആയിട്ട് സർവേ ചെയ്യുന്ന ആളാണ് സർവേയർ. അങ്ങനെ 2 പേരുണ്ടാവും. നമുക്ക് ഈ സർവേയറിന്റെയും ലീഡറിന്റെയും ഡ്യൂട്ടീസ് ജസ്റ്റ് ഒന്ന് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ റേഞ്ചിങ് എന്നുള്ള പ്രോസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേഞ്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഉള്ള പോയിന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സ്. മിനിമം 3 റേഞ്ചിങ് റോഡെങ്കിലും വേണം പറഞ്ഞു. സർവേയറും ഉണ്ട്, ഒരു അസിസ്റ്റന്റും ഉണ്ടാവും. ഒരു ലീഡറിന്റെ ഡ്യൂട്ടീസും ജസ്റ്റ് ഡ്യൂട്ടീസ് ഒന്ന് പറയാട്ടോ. ലീഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ആ ചെയിനിന്റെ ഫ്രണ്ടിലെ ഹാൻഡിലും പിടിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ് ലീഡർ. ഫസ്റ്റ് പുള്ളിക്കാരന്റെ എന്തൊക്കെയായിരിക്കും ഡ്യൂട്ടീസ്? ആ ചെയിന് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകണം, ഡ്രാഗ് ചെയ്ത് ചെയിന് വലിച്ചുകൊണ്ട് പോകണം, ചെയിന് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകണം. പിന്നെ ഈ നമ്മുടെ സർവേയർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ഓരോ ചെയിൻ ലെങ്ത്തിലും പെഗ് കുത്തി പോകേണ്ടത് ഈ ലീഡർ ആയിരിക്കും. പെഗ് അല്ലെങ്കിൽ ആരോസ് മാർക്ക് ചെയ്ത് പോകേണ്ടത്, ആരോസ് അല്ലെങ്കിൽ അവിടെ സ്ട്രൈക്ക് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ലീഡറാണ്. അത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ലീഡറിന്റെ. ലീഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ആ ചെയിനും ഹോൾഡ് ചെയ്ത് പോകുന്ന ആളുടെ ഡ്യൂട്ടീസ് ആണ്. ചെയിൻ വലിച്ചുകൊണ്ട് പോകണം, അതുപോലെ തന്നെ നമ്മുടെ സർവേയർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം അനുസരിച്ച് ഫോളോ ചെയ്യണം. പിന്നെ ആരോസ് കുത്തി പോകണം, ഓരോ ചെയിൻ ലെങ്ത്തിലും ആരോസ് കുത്തി പോകണം. അടുത്തതാണ് ഫോളോവർ. ഫോളോവറിന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കും? ഈ ലീഡറിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഫോളോവർ ആണ്. അതുപോലെ തന്നെ റയർ ഹാൻഡിൽ ക്യാരി ചെയ്യുന്നത്, നമ്മുടെ ചെയിന്റെ റയർ ഹാൻഡിൽ ക്യാരി ചെയ്യുന്നത് ഫോളോവർ ആയിരിക്കും. ഫോളോവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ടു ലീഡർ. ഫോളോവർ ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ലീഡർ. അതുപോലെ തന്നെ റയർ ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്നത് ഫോളോവർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ ലീഡർ ആരോസ് അവിടെ സ്ട്രൈക്ക് ചെയ്ത് പോയി. അത് നമ്മൾ ഓരോ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോ സൈറ്റ് ഒക്കെ നമ്മൾ ടേക്കൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആരോസ് പിക്ക് ചെയ്ത് പോകുന്നത് നമ്മുടെ ഫോളോവറിന്റെ ഡ്യൂട്ടി. ജസ്റ്റ് ഡ്യൂട്ടീസ് അറിഞ്ഞിരിക്കുക കേട്ടോ. പിക്ക് ആരോസ് പിക്ക് ചെയ്ത് പോകേണ്ടത് നമ്മുടെ ഫോളോവർ ആണ്. അതുപോലെ തന്നെ ലീഡറിനെ കറക്റ്റ് ആയിട്ട് റേഞ്ചിങ് റോഡ് ലൈനിലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും നമ്മുടെ ഈ പറയുന്ന ഫോളോവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സർവേയർ ആയിരിക്കും അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. സാധാരണ ഹാൻഡ് സിഗ്നൽസ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. നമ്മൾ കൈകൊണ്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് മാറ്റണം, റൈറ്റിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഹാൻഡ് കൊണ്ടാണ് നമ്മൾ സിഗ്നൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറ്. ജസ്റ്റ് അത് അറിഞ്ഞിരുന്നു മതി കേട്ടോ. ഇനി അടുത്ത ടോപ്പിക്കാണ് ചെയിനിങ് ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. നമുക്ക് ലെവലായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ മെഷർമെന്റ് എടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. എന്നാൽ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിൽ മെഷർമെന്റ് എടുക്കുന്നതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ
എങ്ങനെ ചെയിനിങ് ചെയ്യാം, അതിനുള്ള മെത്തേഡ്സ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ചെയിനിങ് ഓൺ സ്ലോപ്പിംഗ് ഗ്രൗണ്ട്. നമുക്ക് ഈ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ നമുക്ക് ആ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് അല്ലേ നമുക്ക് ചെയിൻ ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ കിടക്കുന്ന ഒരു ലാൻഡ് ആണെങ്കിൽ ഈ സ്ലോപ്പിംഗ് ചെയിൻ നമുക്ക് ഇതിക്കടെ നമ്മൾ ഇതിക്കടെ ലേ ചെയ്യുമ്പോൾ ചെയിൻ ഇങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ഈ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. നമ്മൾ സർവേ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ സർവേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൺട്രിയുടെ സ്ലോപ്പ് ഒരു 3 ഡിഗ്രി വരെയാണെങ്കിൽ അതൊരു ഫെയർലി ലെവൽ ഗ്രൗണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ 3 ഡിഗ്രി ഉള്ള ഗ്രൗണ്ടിനെയാണ് നമ്മൾ ഒരു സ്ലോപ്പ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കേസിലാണ് ഇങ്ങനത്തെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യേണ്ട ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ തന്നെ ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് എന്താന്ന് നോക്കാം. ഡയറക്റ്റ് മെത്തേഡിന് നമ്മൾ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. ഡയറക്റ്റ് മെത്തേഡോ സ്റ്റെപ്പിംഗ് മെത്തേഡ്. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ മെഷർ ചെയ്യാൻ പോവാണ്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ്. അതിന് നമ്മൾ സ്റ്റെപ്പിംഗ് മെത്തേഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് ഒരു ഗ്രൗണ്ട് കിടക്കുവാണ്. ഈ സ്റ്റെപ്പിംഗ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് h1 പ്ലസ് h2 പ്ലസ് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് നമ്മൾ ചെയിൻ വെച്ച് എടുക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ടത് ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ h എന്ന് പറഞ്ഞ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അതിനു വേണ്ടി നമ്മൾ നമ്മുടെ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിനെ ചെറിയ ചെറിയ ഹൊറിസോണ്ടൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു റേഞ്ചിങ് റോഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നമ്മൾ ഇവിടെ ഇങ്ങനെ മെഷർ ചെയ്യുവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു സ്റ്റോൺ നമ്മൾ സാധാരണ എന്താ സെന്ററിങ്ങിനൊക്കെ വേണ്ടി ക്രൂഡ് മെത്തേഡ് യൂസ് ചെയ്യില്ലേ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ക്രൂഡ് മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വഴിയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. ക്രൂഡ് മെത്തേഡ്. ഈ ഒരു കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുവാണ്. താഴേക്ക് സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യും. ആ സ്റ്റോണിന്റെ അവിടെ ഇവിടെ മാർക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓരോ റേഞ്ചിങ് റോഡ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അപ്പൊ നമുക്ക് അത് അറിയില്ല. h1 എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അറിയില്ല. ജസ്റ്റ് നമ്മൾ ഒരു റേഞ്ച് റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റേഞ്ച് റോഡിന്റെ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അവിടെ നിന്ന് നമ്മൾ ഒരു സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്ത് എന്ന മെത്തേഡിനെയാണ് നമ്മൾ ക്രൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യും, എന്നിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി അവിടെ നിന്ന് നമ്മൾ പിന്നെ അടുത്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. അവിടെ നിന്ന് സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമ്മുടെ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ കിട്ടും. എന്നിട്ട് വീണ്ടും ഈ മെത്തേഡ് കണ്ടിന്യൂ പോകും. എന്നിട്ട് നമ്മൾ h1 h2 h3 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യും. h1 നമുക്ക് പിന്നെ മെഷർ ചെയ്തെടുക്കുകയാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിംഗ് മെത്തേഡിൽ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത്. ഡൗൺ ദ ഹില്ല് മെഷർമെന്റ് എടുക്കുവാണ് ഈസി ആയിട്ടുള്ളത്. ഡൗൺ ദ ഹിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹില്ലിന്റെ മേളിൽ നിന്ന് അപ്പിന്ന് ഡൗൺ പോർഷനിലേക്ക് ഈ ചെയിൻ ഇടുവല്ലോ എളുപ്പം. അല്ലാതെ ഒരു ഹില്ലിന്റെ അല്ല സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിന്റെ അടിയിൽ നിന്ന് മേളിലേക്ക് ഇടുന്നേക്കാളും നമ്മൾ അതിന്റെ ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് ഇടുവായിരിക്കും എളുപ്പം. അപ്പൊ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കണേ കമ്പാരിറ്റീവ്ലി ഈസി എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് മെഷർമെന്റ് സാധാരണ എടുക്കാറെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഡൗൺ ദ ഹില്ലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതിന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ സ്റ്റെപ്പിംഗ് മെത്തേഡില് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ക്രൂഡ് മെത്തേഡാണ്. ക്രൂഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ക്രൂഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൗൺ ദ ഹില്ലാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് ടേക്ക് ചെയ്ത് പോകുന്നത്. ഡയറക്റ്റ് മെത്തേഡിൽ സാധാരണ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുള്ളൂ. അപ്പൊ നമ്മൾ ഈ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 1.8 മീറ്റർ. അതിൽ കൂടുതൽ ഈ ഒരു മെഷർമെന്റ് കൂടുതലായി പോകരുത് ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. നോട്ട് ഗ്രേറ്റർ ദാൻ 1.8 മീറ്റർ. അത് കൂടുന്തോറും അതിന്റെ ആക്യുറസി കുറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് മെത്തേഡിനെക്കാളും ആക്യുറേറ്റ് ആയിട്ടുള്ളത് നമ്മൾ പറയാൻ പോകുന്ന ഇൻഡയറക്റ്റ് മെത്തേഡാണ്. അത് നമ്മൾ മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതാണ് കൂടുതൽ ആക്യുറേറ്റ്. ഇതിപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ജസ്റ്റ് ഒരു റേഞ്ചിങ് റോഡോ എന്തെങ്കിലും ഒരു
ഇത് വെക്കുക. അപ്പൊ അതിന്റെ ആക്യുറസി ഒക്കെ അപ്പൊ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുന്നു. കറക്റ്റ് ആ പോയിന്റ് ഒക്കെ നമുക്ക് എന്താ കറക്റ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ ആക്യുറസി കുറവാണ്. അപ്പൊ സ്റ്റെപ്പിംഗ് മെത്തേഡിൽ മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക, ഡൗൺ ദ ഹില്ലാണ് മെഷർമെന്റ് എടുക്കുന്നത്. ക്രൂഡ് മെത്തേഡാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആ വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൈറ്റ്, ആ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ ആയിട്ട് ഹൈറ്റ് എന്ന് പറയുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 1.8 മീറ്റർ ആണ്. ഇത്ര ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ആണ് സാധാരണ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ അഡോപ്റ്റ് ചെയ്യാറ്. ഈ ഇൻഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് വൺ നമ്മുടെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് എടുത്തേക്കുന്നത്. സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട്, അതിന് നമുക്ക് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എല്ലും അറിയാം. ഈ ഒരു ഹൊറിസോണ്ടലും ഒരു സ്ലോപ്പ് ഇൻക്ലിനേഷൻ, അതിന്റെ ഇൻക്ലിനേഷനും അറിയാം ആൽഫ ആണെങ്കിൽ. സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡിസ്റ്റൻസും അറിയാം. നമ്മള് സ്ലോപ്പിംഗ് ഗ്രൗണ്ടിന്റെ മെഷർമെന്റിൽ സാധാരണ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എല്ലും അറിയാം. ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ആ ഹൊറിസോണ്ടലും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ്, ആ സ്ലോപ്ഡ് സർഫസ് നമ്മളൊരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അറിയാമെങ്കിൽ നമ്മൾ ആ കണ്ടുപിടിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ കോസ് ആൽഫ ആയിരിക്കും. ഒരു 4 മെത്തേഡ് ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് നമുക്ക് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും അറിയാം, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അറിയാമെങ്കിൽ ഹൊറിസോണ്ടൽ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും അറിയാം, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും അറിയാമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എൽ കോസ് ആൽഫ ആയിരിക്കും. നമ്മൾ ഈ ട്രയാംഗിൾ സോൾവ് ചെയ്തെടുക്കുക എൽ കോസ് ആൽഫ എന്നുവെച്ചാൽ ഇതിന്റെ കോസ് തീറ്റ എടുക്കും. അപ്പൊ അഡ്ജസ്റ്റന്റ് ബൈ ഹൈപ്പോട്ടൻസ് കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ഡി ബൈ എൽ എന്ന് കിട്ടും. അപ്പൊ ഡി ഈക്വൽ ടു എൽ കോസ് ആൽഫ. അങ്ങനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത്, നമുക്ക് ഈ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അറിയത്തില്ല, സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് എല്ലും അറിയാം, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അറിയില്ല. അതിന് പകരം ഈ ഒരു ഹൈറ്റ്, ഇവർ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അറിയാം എച്ച് എന്ന് പറഞ്ഞു. അതാണ് അവർ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എച്ചും അറിയാമെങ്കിൽ ഈ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പൈതോഗ്രസ് തിയറം വെച്ചാണ് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. എൽ എന്ന് പറയുന്നത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ്, എച്ച് എന്ന് പറയുന്നത് ആ ഹൈറ്റ്, സ്ലോപ്ഡ് ആയിട്ടുള്ള ആ സർഫസും നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസും തമ്മിലുള്ള ആ ഒരു ഹൈറ്റോ എലിവേഷൻ ആണ്. അതും അറിയാമെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പൈതോഗ്രസ് തിയറം അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അറിയാം റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആയിരിക്കും ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി തേർഡ് പ്രോസസ്സില് നമ്മുടെ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ചെയ്ത് നമ്മൾ ഒരു ചെയിൻ ഇങ്ങനെ ഒരു ചെയിൻ ഇട്ടു. നമ്മുടെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ആ ഒരു സർഫസിൽ നമുക്ക് മെഷർ ചെയ്യുന്ന ആ സ്ലോപ്പിംഗ് സർഫസ് നമ്മൾ ഒരു ചെയിന്റെ ലെങ്ത് നമുക്ക് ഈ എ ബി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഒരു ചെയിന്റെ ലെങ്ത് എന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഈ ഒരു ചെയിൻ ലെങ്ത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ഈ ബിയിൽ നിന്ന് സിയിലേക്ക് നമ്മളൊരു ആർക്ക് വരയ്ക്കുവാണ്. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സി. മനസ്സിലായോ? അപ്പൊ നമ്മള് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇത് എ ബി എന്ന് പറഞ്ഞ ഗ്രൗണ്ട്, ആ എ ബി എന്ന് പറഞ്ഞ ഗ്രൗണ്ടില് നമ്മളൊരു ചെയിൻ ഇട്ടു. ആ ഒരു ചെയിന്റെ ലെങ്ത്, അല്ലെങ്കിൽ 100 ലിങ്ക് ആണെങ്കിൽ 100 ലിങ്ക് ലെങ്ത്, ആ ഒരു ചെയിന്റെ ലെങ്ത് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് ബിയില് സെന്റർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എ ബി റേഡിയസ് ആയിട്ട് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കും. ആ ആർക്ക് കട്ട് ചെയ്യുന്നത് സി എന്ന് പറഞ്ഞ പോയിന്റില്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ, ഈ സി ഇതൊരു കർവ് അല്ലേ, ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ ഒരു വെർട്ടിക്കല് മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഈ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ കിട്ടുന്ന ആ പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. ഇത് ബി, ഇത് ഡി. ബി ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമുക്ക്, ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് നമ്മൾ ആ ഒരു വെർട്ടിക്കൽ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ചെയിൻ ലെങ്ത് ഇടുന്നത്, നമ്മൾ ഈ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിന്റെ നമുക്ക് ഈ ഒരു മെഷർമെന്റ് ആണ് വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്നത്. അപ്പൊ അടുത്ത നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്, അടുത്ത ചെയിൻ ഇടുന്നത് നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു ലെങ്ത് നമ്മൾ എടുത്തില്ല, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് അടുത്ത ചെയിൻ വരിക്കുള്ളൂ. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് അടുത്ത ചെയിൻ ലെങ്ത് ഇടുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ മെഷർ ചെയ്യാത്ത ഒരു പോർഷൻ വന്നില്ലേ, ബി ഡി എന്ന് പറഞ്ഞ പോർഷൻ,
ആ പോർഷൻ അവിടെ ഒരു എറർ വന്നു. ആ ഒരു എററിനെയാണ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസൽ അലവൻസ് എന്ന് പറയുന്നത്. ആ ടേം ഇമ്പോർട്ടന്റ് ആട്ടോ. ആ ബി ഡി എന്ന് പറഞ്ഞ പോർഷൻ ആണ് ഹൈപ്പോട്ടിന്യൂസൽ അലവൻസ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് അവിടെ ഒരു ചെയിൻ ഇട്ടു. ഇപ്പൊ 20 മീറ്ററിന്റെ ആണെങ്കിൽ ഒരു ചെയിൻ, അങ്ങനെ ഒരു ചെയിൻ വലിച്ചിട്ട് കഴിഞ്ഞിട്ട് ആ ചെയിന്റെ എൻഡിന്ന് ആ ഒരു മൊത്തം ചെയിൻ ലെങ്ത് നമ്മുടെ റേഡിയസ് ആയിട്ട് ഒരു ആർക്ക് വരച്ചു. അത് നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഡിസ്റ്റൻസ് ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തു. അവിടെ നമ്മൾ വെർട്ടിക്കൽ മേളിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു വെർട്ടിക്കൽ പോയിന്റ് എവിടെയാണോ ആ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ മീറ്റ് ചെയ്തത് അവിടെ നിന്നാണ് നെക്സ്റ്റ് ചെയിൻ നമ്മൾ വലിക്കുന്നത്. അങ്ങനെ തന്നെ എന്നിട്ട് ഈ പ്രോസസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ നമ്മുടെ ഒരു ആ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരു സ്ഥലമില്ലേ ഈ ബി ഡി എന്ന് പറഞ്ഞ പോർഷൻ. ആ ബി ഡി എന്ന് പറഞ്ഞ പോർഷൻ അവിടെ ഒരു അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് ആക്യുറേറ്റ് ആവുള്ളൂ. അതിനു വേണ്ടി നമ്മൾ അപ്പൊ ആ ബി ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആ ബി ഡി എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടിന്യൂസ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബി ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്തേക്കുന്നത് 100 into സി ആൽഫ മൈനസ് 1. ഇത് ആൽഫ ആണെങ്കിൽ 100 into സി ആൽഫ മൈനസ് 1 ആണ് ആ ബി ഡി എന്ന് പറഞ്ഞ ഹൈപ്പോട്ടന്യൂസൽ അലവൻസ്. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് മെയിൻ ആയിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഡി ഈക്വൽ ടു എൽ കോസ് ആൽഫ, അത് സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും അറിയാം ഇൻക്ലിനേഷനും അറിയാമെങ്കിൽ. ഇനി നമുക്ക് ഇൻക്ലിനേഷൻ അറിയില്ല, അതിന് പകരം നമ്മുടെ ഹൈറ്റ് അറിയാമെങ്കിൽ ഹൈറ്റും സ്ലോപ്പിംഗ് ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമ്മൾ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ യൂസ് ചെയ്യും. ഇനി ഈ ഒരു കേസിൽ ഇങ്ങനെയും നമ്മൾ സ്ലോപ്പിംഗ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹൈപ്പോട്ടന്യൂസ് അലവൻസ് എന്ന് പറഞ്ഞ ടേം ആണ് ഇവിടെ കൂടുതലായി ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബി ഡി എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് അലവൻസ് ആണ്. അതിന്റെ ആ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക 100 into സീക്ക് ആൽഫ മൈനസ് 1. ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ഡയറക്റ്റ് മെത്തേഡിനെക്കാളും മോർ ആക്യുറേറ്റ്. അത് ഓർത്തിരിക്കുക കേട്ടോ. സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ എങ്ങനെ ചെയിനിങ് നടത്തണേന്ന് പറഞ്ഞു. ഇനി അടുത്തത്, ഈ ചെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ 2 തരത്തിലാണ് എറർ വരുന്നത്. എറേഴ്സ് ഇൻ ചെയിനിങ്. അടുത്ത ടോപ്പിക് ആണ് ചെയിനിങ് എറേഴ്സ് അല്ലെങ്കിൽ എറേഴ്സ് ഇൻ ചെയിനിങ്. മെയിൻ ആയിട്ട് 2 എറേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് കോമ്പൻസേറ്റിംഗ് എററും, സെക്കൻഡ് വൺ ആണ് ക്യുമുലേറ്റീവ് എററും. ക്യുമുലേറ്റീവ് എററും 2 പേര് ഓർത്തിരിക്കുക കേട്ടോ. ചെയിനിങ്ങിൽ ഉണ്ടാവുന്ന 2 എറർ, കോമ്പൻസേറ്റിംഗ് എററും ഉണ്ട്, ക്യുമുലേറ്റീവ് എററും ഉണ്ട്. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്തു പോകുന്ന എററാണ്. അപ്പൊ 2 സൈഡിലേക്കും 2 ഡയറക്ഷനിലും ആ എറർ ഒക്കർ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്രൂഡ് മെത്തേഡ് നമ്മൾ കുറച്ച് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സെന്ററിംഗ് പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ കല്ലിട്ട് നോക്കില്ലേ, ആ സ്റ്റോൺ ഡ്രിപ്പ് ചെയ്യുന്ന ആ പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലേക്കും നമുക്ക് അതിന്റെ എറർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തു പോകുന്ന എററാണ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് കോമ്പൻസേറ്റിംഗ് എറർ ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ. Proportional to root L. In case of cumulative error, it is proportional to L. Proportional to L. ഇത് റൂട്ട് എല്ലിന് പ്രൊപ്പോർഷൻ ആണ്, ഇത് എല്ലിന് പ്രൊപ്പോർഷൻ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്യുമുലേറ്റീവ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യുമുലേറ്റ് ചെയ്ത് കൂടി വരിക. അപ്പൊ നമുക്ക് ഒരു ചെയിനിങ്ങിൽ നമുക്ക് ഒരു എറർ ഉണ്ടായി, അത് അടുത്ത ചെയിനിങ്ങിലേക്ക് അതിലേക്ക് ആഡപ്പ് ചെയ്ത് വരും ഈ ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കാലോ, ആഡ് ചെയ്ത് വരുക. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആണ്. മറ്റത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, 2 ഇമ്പോർട്ടന്റ് ആണ്. പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ. ഇൻ കേസ് ഓഫ് ക്യുമുലേറ്റീവ് എറർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എൽ. നമ്മുടെ കോമ്പൻസേറ്റിംഗ് എറർ നമ്മുടെ സർവേ വർക്കിനെ ഒന്നും സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്യാറില്ല. ക്യുമുലേറ്റീവ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്ന എറർ അല്ല, അപ്പൊ അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന്റെ എക്സാമ്പിൾ ഓർത്തിരിക്കണം. നമ്മൾ സ്റ്റെപ്പിംഗ് മെത്തേഡ് പറഞ്ഞ ക്രൂഡ് മെത്തേഡ്, അത് നമ്മുടെ കോമ്പൻസേറ്റിംഗ് എററിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ചെയിൻ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാതെ വന്ന ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ,
അതും ഒരു കോമ്പൻസേറ്റിംഗ് എററാണ്. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ കോമ്പൻസേറ്റിംഗ് എററിന്റെ എക്സാമ്പിൾ പറയുന്നത്. ക്രൂഡ് മെത്തേഡും ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിനും. അപ്പൊ നമ്മൾ ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലൈനിൽ നമ്മൾ ചെയിൻ ഇടുവാണ്. എ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ ചെയിൻ ഇട്ടു. എന്നിട്ട് നമ്മൾ അടുത്ത എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അതിന്റെ എൻഡ്, ആ ചെയിന്റെ എൻഡ്. അടുത്ത് നമ്മൾ തുടങ്ങുന്നത് ബി എന്നാണ് നമുക്ക് തുടങ്ങേണ്ടത്. പക്ഷെ നമ്മൾ അടുത്ത ചെയിൻ ഒക്കെ വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ബി നിന്ന് മാറി നമ്മൾ സിയിലാണ് അടുത്ത ചെയിന്റെ ലെങ്ത് വെച്ചേക്കണം. അപ്പോൾ ഒരു ചെറിയൊരു എറർ വരില്ലേ? ആ ഒരു എററാണ് ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ കൊണ്ട് വരുന്നത്. കറക്റ്റ് ആയിട്ട് ചെയിൻ പിടിക്കാത്തതുകൊണ്ട് വരുന്ന ഒരു എറർ. അങ്ങനെ ഒരു എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ ലെങ്ത് നമ്മൾ എടുത്തു, എന്നിട്ട് അടുത്ത് ബിയിലായിരുന്നു ആ ചെയിന്റെ എൻഡ് കൊണ്ട് വെക്കേണ്ടത്. നമ്മൾ വെച്ചിപ്പോ ബിയിലാന്ന് ഓർത്ത് നമ്മൾ വെച്ചു, പക്ഷെ അത് അവിടെ കുറച്ചൊരു എറർ വന്നു. നമ്മൾ വെച്ച പോയിന്റ് അവിടെ ഒരു കുറച്ച് എറർ വന്ന് മാറി സിയിലാണ് വെച്ചത്. അങ്ങനെ വരുന്നതാണ് ഇൻകറക്റ്റ് ഹോൾഡിംഗ് ഓഫ് ചെയിൻ കൊണ്ട് ഉണ്ടാവുന്ന എറർ. അതൊക്കെ കോമ്പൻസേറ്റിംഗ് എററാണ്. ഇനി ക്യുമുലേറ്റീവ് എറർ. ക്യുമുലേറ്റീവ് എറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സീരിയസ് ആയിട്ട് നമ്മുടെ വർക്കിനെ അഫക്ട് ചെയ്യുന്ന എററാണ് ക്യുമുലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ക്യുമുലേറ്റീവ് എറർ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോമ്പൻസേറ്റിംഗ് എറർ രണ്ട് ഡയറക്ഷനിലുണ്ട്. ഈ ക്യുമുലേറ്റീവ് എറർ ഒരു ഡയറക്ഷനിലാണ് ഉള്ളത്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. ടേപ്പിന്റെ ചെയിന്റെ ഇൻകറക്റ്റ് ലെങ്ത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചില കേസിൽ ആ സ്റ്റാൻഡർഡൈസേഷനിൽ ഒരു എറർ ഒക്കെ വരാലോ. അപ്പൊ അങ്ങനെ വരുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാളും കുറവോ കൂടുതലോ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എറർ വരും. നമുക്ക് 20 മീറ്റർ എന്ന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചേക്കുക, പക്ഷെ 20 മീറ്റർ ഇല്ല, ആ ചെയിൻ 20 മീറ്റർ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന എററാണ് ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. അത് ക്യുമുലേറ്റീവ് എററാണ്. അടുത്ത ചെയിനിങ് ചെയ്യുമ്പോഴത്തേക്കും അത് ആഡപ്പ് ചെയ്ത് വരും. അപ്പൊ അത് പോസിറ്റീവ് ആവാം, പോസിറ്റീവോ നെഗറ്റീവ് എറർ ആവാം, ക്യുമുലേറ്റീവ് ആവാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ചെയിൻ അല്ലെങ്കിൽ ടേപ്പിനേക്കാളും കുറവാണ് നമ്മുടെ ചെയിന്റെ ലെങ്ത് എങ്കിൽ അത് നെഗറ്റീവ് ക്യുമുലേറ്റീവ് എറർ ആയിരിക്കും. കൂടുതലാണെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാളും കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ക്യുമുലേറ്റീവ്. അപ്പൊ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റേഞ്ചിങ് അല്ലെങ്കിൽ ബാഡ് റേഞ്ചിങ്. ഒരുപാട് ഡിസ്റ്റൻസ് നമുക്ക് റേഞ്ച് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കേസിലൊക്കെ ഉണ്ടാവുന്ന എറർ ക്യുമുലേറ്റീവ് ആണ്. അത് പോസിറ്റീവ് ക്യുമുലേറ്റീവ് ആണ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ പറയുന്ന എല്ലാം ക്യുമുലേറ്റീവ് ആട്ടോ. ഈ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, ബാഡ് റേഞ്ചിങ് അല്ലെങ്കിൽ ലോങ് റേഞ്ചിങ് ചോദിക്കാറുണ്ട്. ഒരുപാട് ഡിസ്റ്റൻസ് റേഞ്ച് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ക്യുമുലേറ്റീവ് എറർ ആണ് ഉണ്ടാവുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് എറർ. ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ ഓർ ടേപ്പ്. സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാൾ കൂടുതലോ കുറവോ ആണ് അവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യുമുലേറ്റീവ് എറർ ഒക്കർ ചെയ്യാം. ഇനി അടുത്ത ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗിങ്. ചെയിന്റോ ടേപ്പിന്റോ സാഗിങ് മൂലം ഉണ്ടാവുന്ന എറർ. അങ്ങനെ വരുന്ന എറർ നമ്മുടെ ക്യുമുലേറ്റീവ് എറർ ആണ്. സാഗിങ് ഓഫ് ചെയിൻ ഓർ ടേപ്പ് ക്യുമുലേറ്റീവ് എറർ ആണ്. പിന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം എറർ ഉണ്ടാവും, അതും ക്യുമുലേറ്റീവ് ആണ് കേട്ടോ. ഇത്രയാണ് സാധാരണ ക്യുമുലേറ്റീവ് നമ്മൾ പറയാറ്. ചെയിന്റെ സാഗിങ് മൂലം ഉണ്ടാവുന്നത്, ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഉണ്ടാവുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ മൂലം ഉണ്ടാവുന്നത് അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. കാരണം ടെമ്പറേച്ചർ കുറയുവാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന എറർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന എറർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ ഫോൾ ചെയ്യുവാന്ന് വെച്ചോ, ടെമ്പറേച്ചർ ഡിക്രീസ് ആണെങ്കിൽ നമ്മുടെ ചെയിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ ഉണ്ടാവുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കോമ്പൻസേറ്റിംഗ് എറർ, ക്യുമുലേറ്റീവ് എറർ ആയിരിക്കും. ചെയിൻ ലെങ്ത് ഡിക്രീസ് ചെയ്യും, നെഗറ്റീവ് ക്യുമുലേറ്റീവ് എറർ ആയിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് കേസ് വരുമ്പോൾ അവിടെ ചെയിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ആ ഒരു കേസിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് എറർ ആണ്. ജസ്റ്റ് എക്സാമ്പിൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ആ ഒരു ഇൻട്രൊഡക്ഷനിൽ കറക്ഷനും കൂടെ ആണുള്ളത്. ജസ്റ്റ് അതിങ്ങനെ പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ടേപ്പിന് നമ്മൾ കറക്ഷൻ കൊടുക്കും. ഈ സാഗിങ്ങും പുള്ളൊക്കെ വരും എന്ന് പറഞ്ഞില്ലേ, അതിന് നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്യും. ഇങ്ങനെ വരാൻ പാടില്ലല്ലോ, അപ്പൊ നമ്മുടെ വർക്കിന്റെ ആക്യുറസി കുറയും. നമ്മൾ കറക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ടെമ്പറേച്ചറിനാണ് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചറിന് കൊടുക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത് CT, കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ഈക്വൽ ടു
ആൽഫ ഇൻറ്റു TM മൈനസ് T0 ഇൻറ്റു L. ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. TM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത ടെമ്പറേച്ചർ. T0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ ആ ഒരു ചെയിനോ ടേപ്പ് ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ വെച്ചായിരിക്കും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത ടെമ്പറേച്ചർ ഏതാണോ അതാണ് T0. L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത ഡിസ്റ്റൻസ്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന കറക്ഷൻ ആണ് CT. എല്ലാത്തിനും ഇക്വേഷൻ പഠിച്ചിരിക്കുക കേട്ടോ. ഇടയ്ക്കൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പ്രോബ്ലം ആയിട്ടാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ടെമ്പറേച്ചറിനുള്ള കറക്ഷൻ ആണ് CT ഈക്വൽ ടു ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ. TM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷേർഡ് ടെമ്പറേച്ചർ, ഇത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, സ്റ്റാൻഡർഡൈസ് ചെയ്ത ആ ടെമ്പറേച്ചർ. L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷേർഡ് ഡിസ്റ്റൻസ്. അടുത്ത് നമ്മൾ കൊടുക്കുന്ന കറക്ഷൻ സാഗിങ്ങിനാണ്. സാഗിങ്ങിന് നമ്മൾ കൊടുക്കുന്ന കറക്ഷൻ സാഗ് ചെയ്യാനുള്ള നമ്മുടെ ഒരു ചെയിൻ സാഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അപ്പൊ ആ സാഗിങ് അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കർവിനാണ് കാറ്റനറി കർവ് എന്നാണ് പറയുന്നത്. കാറ്റനറി കർവ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാഗിങ്ങിൽ ആ ഫോം ചെയ്യുന്ന കർവിന്റെ പേര് കാറ്റനറി കർവ്. ഇങ്ങനെ സാഗിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത് കറക്ഷൻ ഫോർ സാഗിങ് ഈക്വൽ ടു W സ്ക്വയർ L ക്യൂബ് ബൈ 24 PA സ്ക്വയർ. W എന്ന് പറയുന്നത് വെയിറ്റ്, ആ ഒരു ടേപ്പിന്റെ വെയിറ്റ്, കിലോഗ്രാം പെർ മീറ്ററിലുള്ള വെയിറ്റ്. L എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത ഡിസ്റ്റൻസ്. PA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത പുള്ള്. നമ്മൾ ആ വലിക്കുന്നതുകൊണ്ടായിരിക്കും അവിടെ സാഗിങ് ഉണ്ടാവുന്നത്. അപ്പൊ അപ്ലൈ ചെയ്ത പുള്ളാണ് PA എന്ന് പറയുന്നത്. ഇനി അടുത്ത കറക്ഷൻ ഫോർ പുൾ അല്ലെങ്കിൽ ടെൻഷന് വേണ്ടിയുള്ള കറക്ഷൻ. നെക്സ്റ്റ് കറക്ഷൻ, അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. CP equal to PA minus PS into L by AE. PA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് പുൾ, PS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡർഡൈസ് ചെയ്തതിലുള്ള പുള്ള്, സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പുള്ള്. L എന്ന് വെച്ചാൽ മെഷർ ഡിസ്റ്റൻസ്, A എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, E എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ്. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് മില്ലിമീറ്റർ സ്ക്വയറിലാട്ടോ. ഇനി നോർമൽ ടെൻഷനിലും കൂടെ ഒരു കറക്ഷൻ കൊടുക്കുന്നുണ്ട്. നോർമൽ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാഗിങ് ഒന്നും ഇല്ലാതെ ഉള്ള ഒരു കേസാണ് നോർമൽ ടെൻഷനിൽ വരുന്നത്. ഇത് ഫുൾ ഓഫ് ടെൻഷൻ, ഇത് നോർമൽ അല്ല. നമ്മൾ ഫുള്ള് ചെയ്ത് സാഗിങ് ഉള്ള കേസിൽ വരുന്ന ആ ഒരു ടെൻഷൻ ആണ് പറയുന്നത്. ഇത് സാഗിങ് ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കേസിൽ വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ സാഗിങ്ങിന്റെ ആ ഒരു സെയിം ഇക്വേഷൻ തന്നെ. അതിവിടെ L ക്യൂബ് ഉള്ളിടത്ത് ഇവിടെ L സ്ക്വയർ ഉള്ളൂ. L സ്ക്വയർ ബൈ 24 PA സ്ക്വയർ. W സ്ക്വയർ L സ്ക്വയർ ബൈ 24 PA സ്ക്വയർ. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കറക്ഷൻസ്. അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കറക്ഷൻ ടെമ്പറേച്ചറിന് കറക്ഷൻ കൊടുക്കുന്നുണ്ട് ആൽഫ TM മൈനസ് T0 ഇൻറ്റു L. സാഗിങ്ങിന് കൊടുക്കുന്നത് W സ്ക്വയർ L ക്യൂബ് ബൈ 24 PA സ്ക്വയർ. ഫുൾ ഓഫ് ടെൻഷൻ, സാഗിങ് ഉള്ള കേസിലുള്ളതാണ് ഈ ഒരു ഇക്വേഷൻ. നോർമൽ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ L ക്യൂബ് ഉള്ളിടത്ത് ഇവിടെ L സ്ക്വയർ ആണെന്നുള്ളൂ. W സ്ക്വയർ L സ്ക്വയർ ബൈ 24 PA സ്ക്വയർ. ഇതാണ് കറക്ഷൻ. ഇത്രയും നമ്മൾ ഇന്ന് പറഞ്ഞത് മൊത്തം നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമുക്കിനി പല ടൈപ്പ് സർവേയിങ് എടുക്കാനുണ്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടിലുള്ളതാണ്. ഇതിന്റെ അകത്ത് കുറച്ചൊക്കെ ചെയിനിങ്ങിന്റെ ഒരു കേസും കയറി വന്നിട്ടുണ്ട്. നമ്മൾ ചെയിനിങ്ങിന്റെ ഒക്കെ പറഞ്ഞല്ലോ, അത് നമ്മുടെ ചെയിൻ സർവേയിൽ വരുന്നത്. അപ്പൊ ചെയിൻ സർവേയിൽ അതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഓരോ പോയിന്റും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേരെ. താങ്ക് യു.